വെൽക്കം ടു ഇലക്ട്രോൺ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. സോ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ എക്സാം, അതായത് എക്സാം നമ്പർ 20 ഇൻടേക്ക് ആൻഡ് എക്സോസ്റ്റ് സിസ്റ്റം, അതിൻ്റെ ഒരു സൊല്യൂഷൻ വീഡിയോ ആണ് നമ്മളിന്ന് എടുക്കുന്നത്. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഇൻ എ SI എൻജിൻ വെൻ മോസ്റ്റ് എക്കണോമിക്കൽ മിക്സ്ചർ ഈസ് സപ്ലൈഡ്, the color of exhaust flame is expected to be. സോ ക്വസ്റ്റ്യൻ്റെ മീനിങ് ഇതാണ്: നമ്മളൊരു SI എഞ്ചിനിൽ മോസ്റ്റ് എക്കണോമിക്കൽ മിക്സ്ചർ കൊടുക്കുമ്പോൾ, മോസ്റ്റ് എക്കണോമിക്കൽ മിക്സ്ചർ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, എയർ ഫ്യൂവൽ റേഷ്യോ നമ്മൾ എടുക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എയർ ഫ്യൂവൽ റേഷ്യോ, അതായത് ഏറ്റവും മാക്സിമം ഔട്ട്പുട്ട് കിട്ടുന്ന തരത്തിൽ നമ്മൾ എയറും ഫ്യൂവലും മിക്സ് ചെയ്യുക, അതിനാണ് നമ്മൾ എക്കണോമിക്കൽ മിക്സ്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആ ഒരു രീതിയിൽ കൊടുക്കുമ്പോൾ നമ്മൾ എക്സോസ്റ്റ് ഫ്ലെയിമിൻ്റെ കളർ എന്തായിരിക്കും എന്ന് ചോദിച്ചിരിക്കുന്നത്. അതായത് ബേൺ ചെയ്ത ശേഷം എക്സോസ്റ്റ് ഫ്ലെയിമിൻ്റെ കളർ എന്തായിരിക്കും, അതാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് ഓപ്ഷൻ എന്തൊക്കെയാണ്? ബ്ലൂയിഷ് ട്രാൻസ്പെറൻറ്റ്, ഡാർക്ക് ബ്ലൂ ടു റെഡിഷ് യെല്ലോ, യെല്ലോ റെഡ് ടു റെഡ്, ഡാർക്ക് റെഡ്. ഇതാണ് നമ്മുടെ ഓപ്ഷൻ. സോ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക, നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ കളറ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു അല്ലേ? നമ്മളൊരു സ്മോക്ക് വരുമ്പോൾ, അതായത് നമ്മൾ എക്സോസ്റ്റ് സ്മോക്ക് വരുമ്പോൾ ഡിഫറെൻറ്റ് കളേഴ്സ് ഞാൻ കഴിഞ്ഞ എക്സാമിന് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞായിരുന്നു. സോ അതിൻ്റെ സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. എക്സോസ്റ്റ് ഫ്ലെയിമിൻ്റെ കളറാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഒരു കാര്യം ആലോചിക്കുക, ഏറ്റവും നന്നായിട്ട് നമ്മുടെ ഫ്യൂവൽ എയർ ഏറ്റവും നന്നായിട്ട് ബേൺ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എക്സോസ്റ്റിൽ വരുന്ന ഫ്ലെയിമിൻ്റെ കളർ എന്ന് വെച്ചാൽ ഡാർക്ക് ബ്ലൂ ടു റെഡിഷ് യെല്ലോ ആയിരിക്കും. അത് ഇനീഷ്യലി കുറച്ചൊരു ഡാർക്ക് ബ്ലൂ ആയിട്ട് കാണപ്പെടുക കത്തുമ്പം, പിന്നെ എൻഡോട് ചെയ്യുമ്പോൾ, അതായത് അവസാനത്തോടെ അടുക്കുമ്പോൾ എന്ത് ചെയ്യും? ഒരു റെഡിഷ് യെല്ലോ ആയിട്ട് ഫീൽ ചെയ്യും. നിങ്ങൾ നോർമലി ഒരു തീ കത്തുമ്പോൾ നോക്കിയോ, തീ കത്തുമ്പോൾ ആദ്യം എന്താ ഒരു ബ്ലൂ കളറുണ്ടാവും അല്ലേ, പിന്നെ എന്താ അവസാനം കത്തി അവസാനം എന്ത് ചെയ്യും? ഒരു റെഡിഷ് ഒരു യെല്ലോ, നല്ല റെഡ് യെല്ലോ കളറായിട്ട് മാറും. സോ ഇതാണ് എൻ്റെ ആൻസർ. ഓപ്ഷൻ ബി ആണ് വരിക. ബാക്കിയുള്ള കളർ നമുക്ക് എവിടെ വരിക നോക്കാം. ഇതിൽ ബാക്കിയുള്ള കളർ ബ്ലൂയിഷ് കളർ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. എപ്പോഴാണ് ബ്ലൂയിഷ് കളർ വരിക? നമ്മളെ ഈ എൻജിൻ്റെ ഫ്യൂവലിൻ്റെ കൂടെ, അതായത് നമ്മൾ ഫ്യൂവലിൻ്റെ കൂടെ ലൂബ്രിക്കേറ്റിംഗ് ഓയിലും കൂടെ ബേൺ ചെയ്യുകയാണെങ്കിൽ എന്ത് വരും? ആ ഒരു ഫ്ലെയിമിന് ബ്ലൂയിഷ് കളർ വരും. ബാക്കി നമുക്ക് നോക്കാം. ബാക്കി നമുക്കില്ല കളറ്, ബാക്കി വരുന്ന കളറ് നമ്മളതിന് വരുന്ന സ്ലൈഡ്സിൽ പറയും. സോ അടുത്ത ക്വസ്റ്റൻ ഇതാണ്. അടുത്ത ക്വസ്റ്റൻ എന്താ? ഇൻ SI എൻജിൻ ഇഫ് കളർ ഓഫ് എക്സോസ്റ്റ് ഫ്ലെയിം ഈസ് ബ്ലൂയിഷ് ട്രാൻസ്പെറൻറ്റ് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ മിക്സ്ചർ സപ്ലൈഡ് ടു ദ എൻജിൻ ഈസ്. സോ നമ്മളിവിടെ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. ബ്ലൂയിഷ് കളർ വരുമ്പോൾ ഒരു കാര്യം എന്ന് വെച്ചാൽ എൻജിൻ ഓയിൽ അവിടെ ബേൺ ചെയ്യുന്നുണ്ട് ചെറിയ രീതിയിൽ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മളിവിടെ കൊടുക്കുന്ന എയർ ഫ്യൂവൽ റേഷ്യോ എന്ന് വെച്ചാൽ 2 ലീൻ മിക്സ്ചർ ആയിരിക്കും കൊടുക്കുക. ലീൻ മിക്സ്ചർ എന്ന് വെച്ചാൽ എന്തർത്ഥം? അതായത് ലീൻ മിക്സ്ചർ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, അതായത് എയറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്താണ്? ഫ്യൂവലിൻ്റെ എമൗണ്ട് വളരെ വളരെ കുറവാണല്ലേ? നേരെ തിരിച്ചറിയുന്നുണ്ട്. അതായത് എയറിനെ അപേക്ഷിച്ച് നോക്കുമ്പം ഫ്യൂവലിൻ്റെ എമൗണ്ട് എയറിനെ അപേക്ഷിച്ച് വളരെ വളരെ കുറവാണെങ്കിൽ നമുക്കെന്ത് പറയാം? അത് ലീൻ മിക്സ്ചർ എന്ന് പറയാം. ഇനി എയറിനെ അപേക്ഷിച്ച് ഫ്യൂവലിൻ്റെ എമൗണ്ട് അത്ര കുറവില്ല, കുറച്ച് കുറവേ ഉള്ളൂ, ആവശ്യത്തിന് ഫ്യൂവൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതിനെ റിച്ച് മിക്സ്ചർ എന്ന് പറയാം. ഓക്കെ, എപ്പോഴും നമ്മൾ എയർ ഫ്യൂവൽ റേഷ്യോ എടുക്കുമ്പോൾ എയർ ആയിരിക്കും ഫ്യൂവലിനെക്കാട്ടും കൂടുതൽ. പക്ഷെ എന്താണ്, ആ റേഷ്യോ നോക്കുമ്പോൾ എന്താണ്, എത്ര എയറിന് ഇത്ര ഫ്യൂവൽ, ആ ഒരു കൗണ്ട് ഉണ്ട്. ആ ഒരു കൗണ്ട് വളരെ കുറവാണെങ്കിൽ, ഫ്യൂവലിൻ്റെ എമൗണ്ട് വളരെ കുറവാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ആ മിക്സ്ചറിന് 2 ലീൻ മിക്സ്ചർ എന്ന് പറയും. അതുപോലെ ഫ്യൂവലിൻ്റെ എമൗണ്ട് അത്ര കുറവില്ല, കുറച്ച് നല്ലോണം ഉണ്ടെങ്കിൽ, അത് ആവശ്യത്തിനുണ്ടെങ്കിൽ എന്ത് പറയും? റിച്ച് മിക്സ്ചർ എന്ന് പറയും. ആവശ്യത്തിനുണ്ടെങ്കിൽ റിച്ച് മിക്സ്ചർ എന്ന് പറയും. ഇനി കറക്റ്റ് എയർ ഫ്യൂവൽ റേഷ്യോ ആണ്, കെമിക്കലി കറക്റ്റായിട്ടുള്ള എയർ ഫ്യൂവൽ റേഷ്യോ ആണ് നമ്മൾ എന്ത് പറയും? കെമിക്കലി കറക്റ്റ് എയർ ഫ്യൂവൽ റേഷ്യോ, അല്ലെങ്കിൽ വേറൊരു പേര് ഞാൻ പറഞ്ഞത് എന്തായിരുന്നു? സ്റ്റോഷിയോമെട്രിക് റേഷ്യോ. എന്താണ്? സ്റ്റോഷിയോമെട്രിക് റേഷ്യോ. ഇത് വെച്ച് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. എയർ ഫ്യൂവൽ റേഷ്യോ കെമിക്കലി കറക്റ്റായിട്ടുള്ള എയർ ഫ്യൂവൽ റേഷ്യോ ആണ് നമ്മൾ എന്ത് പറയും? സ്റ്റോഷിയോമെട്രിക് റേഷ്യോ എന്ന് പറയും. സോ ഇവിടെ ആൻസർ വരിക 2 ലീൻ ആണ് ആൻസർ വരിക. ഇനി അടുത്ത് നോക്കുക. എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ ഈസ് യൂസ്ഡ് ടു റെഡ്യൂസ് എമിഷൻസ് ഓഫ് ഹൈഡ്രോകാർബൺ, കാർബൺ മോണോക്സൈഡ്, പാർട്ടിക്കുലേറ്റ് മാറ്റർ, NOx. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷനോട് പറഞ്ഞാണല്ലോ. അതായത് അതിന് ഷോർട്ടാക്കി ഞാൻ പറഞ്ഞെങ്ങനെയായിരിക്കും? EGR, ഈ ടേമാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്.
എക്സോസ്റ്റ് ഗ്യാസ് ഡിഫ്യൂഷൻ അല്ലെങ്കിൽ EGR. ഇത് യൂസ് ചെയ്യുന്നത് ഏതിൻ്റെ അളവ് കുറക്കാനാണ്? NOx ഔട്ട്പുട്ടിൽ വരുന്ന NOx നൈട്രജൻ ഓക്സൈഡ്സിൻ്റെ അളവ് കുറക്കാനാണ് നമ്മൾ EGR യൂസ് ചെയ്യുന്നത്. എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ യൂസ് ചെയ്യുന്നത്. അവിടെ എന്താ ചെയ്യുന്നത്? നമ്മൾ എക്സോസ്റ്റ് വരുന്ന ഗ്യാസസിൻ്റെ വീണ്ടും നമ്മൾ റീസർക്കുലേറ്റ് ചെയ്യും അല്ലേ, വീണ്ടും നമ്മൾ ഗ്യാസ് യൂസ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുക, ഗ്യാസിൻ്റെ ഒരു പർട്ടിക്കുലർ പോർഷൻ എന്ത് ചെയ്യും, നമ്മൾ ഈ ഇൻപുട്ടിലേക്ക് കൊടുക്കും, അതായത് ഇൻടേക്ക് സിസ്റ്റത്തിലേക്ക് കൊടുക്കും. സോ ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അവിടെ ജസ്റ്റ് ആ സ്ലൈഡ്സ് നിങ്ങൾ മുന്നേ തന്ന കണ്ടന്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. EGR ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇൻടേക്ക് എക്സോസ്റ്റ് സിസ്റ്റം എടുക്കുമ്പോൾ തന്നെ. ഇനി അടുത്ത് എന്താ, വിച്ച് കമ്പോണൻറ്റ് എമംഗ് ദി ഫോളോയിങ് റെഡ്യൂസസ് നോയിസ് ഓഫ് ദി എക്സോസ്റ്റ് ഗ്യാസ്. അതായത് എക്സോസ്റ്റ് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, എൻജിനിൽ എക്സോസ്റ്റ് ഗ്യാസ് വരുമ്പം പൊതുവെ ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാവും. എൻജിൻ്റെ ഉള്ളിൽ നിന്ന് ഭയങ്കരമായിട്ട് എൻജിൻ്റെ എക്സോസ്റ്റ് സിസ്റ്റത്തിൽ ഭയങ്കര സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. സോ ആ സിസ്റ്റത്തിൻ്റെ സൗണ്ട് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്താ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെ ഓപ്ഷൻ? എക്സോസ്റ്റ് പൈപ്പ്, മഫ്ലർ, ഇൻലെറ്റ് മാനിഫോൾഡ്, ടെയിൽ പൈപ്പ്. സോ നിങ്ങൾ നോക്കുക, നമ്മൾ ചില ബുള്ളറ്റൊക്കെ ആൾക്കാർ ഇപ്പം ചില ബൈക്കിലും ബുള്ളറ്റൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര സൗണ്ട് ഉണ്ടാവും വണ്ടി മൂവ് ചെയ്യുമ്പോൾ അല്ലേ. സോ അവിടെ എന്താ വെച്ചാൽ പല ആൾക്കാരും നിങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ടാവും, അവരെ വണ്ടീൻ്റെ സൈലൻസർ അയച്ചു മാറ്റിയിട്ടുള്ളത്. വണ്ടീൻ്റെ സൈലൻസർ എന്നുള്ളൊരു പാർട്ടുണ്ട്, അത് എക്സോസ്റ്റ് സൈഡിലാണ് കൊടുക്കുക, സൈലൻസർ കൊടുക്കുക. അതെന്തിനാണ് കൊടുക്കുന്നത് വെച്ചാൽ എക്സോസ്റ്റിൽ വരുന്ന ഫ്യൂവലിൻ്റെ സൗണ്ട്, എക്സോസ്റ്റിൽ വരുന്ന ഫ്യൂവൽ അല്ല, എക്സോസ്റ്റിൽ വരുന്ന പ്രൊഡക്റ്റിൻ്റെ സൗണ്ട് നോയ്സ് കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സൈലൻസർ ഉപയോഗിക്കുന്നത്. സൈലൻസർ ഉപയോഗിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, വണ്ടീൻ്റെ എക്സോസ്റ്റിൽ അത്ര സൗണ്ട് ഉണ്ടാവില്ല. ഇനി സൈലൻസർ റിമൂവ് ചെയ്ത് എന്ത് ചെയ്യും, ഭയങ്കരമായിട്ട് നമുക്ക് സൗണ്ട് കേൾക്കാൻ പറ്റും. വണ്ടി മൂവ് ചെയ്യുമ്പം ഭയങ്കരമായിട്ട് പുറത്തേക്ക് സൗണ്ട് കേൾക്കാൻ പറ്റും. സോ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് എന്താണ്, നോയ്സ് കുറക്കാൻ ഉപയോഗിക്കുന്നത് സൈലൻസറാണ്. എക്സോസ്റ്റിൻ്റെ നോയ്സ് കുറക്കാൻ ഉപയോഗിക്കുന്നത് സൈലൻസർ, അല്ലെങ്കിൽ പറഞ്ഞ വേറൊരു പേരാണ് മഫ്ലർ എന്ന് പറയും. എന്താണ് സൈലൻസർ ഓർ മഫ്ലർ. ഇതാണ് എക്സോസ്റ്റ് ഗ്യാസസിൻ്റെ നോയ്സ് കുറക്കാൻ യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ ആൻസർ എന്ത് വരും? B ആണ് ആൻസർ വരിക. ഇനി അടുത്ത് നോക്കാം. ഇൻ വെഹിക്കിൾസ് ദി പ്രൈം എക്സോസ്റ്റ് പൊല്യൂട്ടൻസ് അതർ ദാൻ ഹൈഡ്രോ കാർബൺ ആർ. ഇത് ഓൾറെഡി പലതവണ നമ്മൾ പറഞ്ഞതാണല്ലേ. ഒരു നമ്മൾ വണ്ടി നോക്കുകയാണെങ്കിൽ അതിൻ്റെ മെയിൻ പൊല്യൂട്ടൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ മോണോക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ, കാർബൺ മോണോക്സൈഡ് ആൻഡ് നൈട്രജൻ ഓക്സൈഡ്സ്. നമുക്കറിയാം മെയിനായിട്ട് 3 ടൈപ്പ് പൊല്യൂട്ടൻസ് ആണ് മെയിനായിട്ട് എക്സോസ്റ്റ് വരുന്നത്. എന്തൊക്കെയാണ് പ്രൈമായിട്ട് വരുന്ന 3 ടൈപ്പ് പൊല്യൂട്ടൻസ് ആണ് എന്തൊക്കെയാണ്? ഒന്ന് ഹൈഡ്രോ കാർബൺ HC, പിന്നെന്താ കാർബൺ മോണോക്സൈഡ് CO, പിന്നെന്താ നൈട്രജൻ ഓക്സൈഡ്സ് NOx എന്ന് പറയും. ഓക്കെ, ഈ 3 മെയിനായിട്ടുള്ള പ്രൈം പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. നമ്മളിവിടെ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? ഓൾറെഡി ഹൈഡ്രോ കാർബൺ കൊടുത്തിട്ടുണ്ട്. സോ ബാക്കി എന്തൊക്കെയാണ് ഉള്ളത്? കാർബൺ മോണോക്സൈഡും NOxഉം, ഇത് രണ്ടുമാണ് ബാക്കിയുള്ളത്. നമുക്ക് അടുത്ത് നോക്കാം. സോ ആൻസർ ഈസ് D. നെക്സ്റ്റ് എന്താ, ബൈ ഇൻസ്റ്റാളിങ് എ സൂപ്പർ ചാർജർ ഓൺ എ 4-stroke സൈക്കിൾ ഡീസൽ എൻജിൻ അപ് ടു % ഇൻക്രീസ് ഇൻ പവർ ക്യാൻ റിസൾട്ട് ഇൻ. അതായത് നമ്മളൊരു സൂപ്പർ ചാർജർ 4-stroke ഡീസൽ എൻജിനിൽ നമ്മളൊരു സൂപ്പർ ചാർജർ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നമുക്കതിൽ എൻജിൻ്റെ പവർ, എൻജിൻ്റെ ഔട്ട്പുട്ട് പവർ എത്ര % വരെ ഇൻക്രീസ് ചെയ്യാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെ ഓപ്ഷൻ? 20%, 40%, 70%, 100%. നോക്കുക, നമ്മൾ സൂപ്പർ ചാർജർ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അസംഷൻ ഇങ്ങനെയാണ്, നമുക്ക് 100% വരെ എൻജിൻ്റെ ഔട്ട്പുട്ട് പവർ ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നതാണ്. പറഞ്ഞെങ്കിൽ 100% ഒരിക്കലും പറ്റില്ല, പക്ഷേ അതാണ് നമ്മൾ നോർമലി തിയററ്റിക്കലി പറയുന്നൊരു വാല്യൂ. സോ നമ്മളിവിടെ എടുക്കേണ്ടത് 100% ആണ്. ഓക്കെ, നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, 7ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് റിവേഴ്സിങ് ദി ഫ്ലോ ഓഫ് എയർ ഇൻ എ എയർ ക്ലീനർ? അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, നമ്മളൊരു വെഹിക്കിളിൽ എയർ ക്ലീനർ യൂസ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, നമ്മളൊരു വെഹിക്കിളിൽ എയർ ക്ലീനർ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മെയിൻ യൂസ് എന്താണെന്ന് ചോദിച്ചിരുന്നത്, മെയിൻ പർപ്പസ് അതാണ് ചോദിക്കുന്നത്. അതൊരു ക്വസ്റ്റ്യൻ കുറച്ച് ഡിഫറെൻ്റ് ആയി ചോദിച്ചു. വാട്ട് ഈസ് അഡ്വാൻറ്റേജ് റിവേഴ്സിങ് ദി ഫ്ലോ ഓഫ് എയർ ഇൻ എയർ ക്ലീനർ. എയർ ക്ലീനറിൽ നമ്മൾ എയർ യൂസ് ചെയ്യും അല്ലേ, ക്ലീൻ ചെയ്യാൻ വേണ്ടി. എയർ ക്ലീനർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? വരുന്ന ഇൻകമിങ് എയറിൽ വരുന്ന ഡസ്റ്റ് പാർട്ടിക്കിൾസ് അതൊക്കെ റിമൂവ് ചെയ്യാനാണ് നമ്മൾ എയർ ക്ലീനർ യൂസ് ചെയ്യുന്നത്. സോ ആ റിമൂവ് ചെയ്ത എയർ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഫ്രഷ് എയർ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഇൻടേക്ക് സിസ്റ്റത്തിലേക്ക് പോകുന്നത് അല്ലേ. സോ ഇൻടേക്ക് സിസ്റ്റത്തിൻ്റെ പാത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുക, എയർ ക്ലീനർ പ്ലേസ് ചെയ്യുക. സോ നമ്മൾ ആ എയർ ക്ലീനറിലേക്ക് കൊടുക്കുന്ന എയറിനെ നമ്മൾ എന്ത് ചെയ്യും,
റിവേഴ്സ് ഫ്ലോ നടത്തുകയാണെങ്കിൽ എന്താണ് അഡ്വാൻറ്റേജ് ചോദിക്കുന്നത്? അതായത് ആ എയർ ക്ലീനർ, സപ്പോസ് ഇതാണ് നമ്മൾ എയർ ക്ലീനർ എന്ന് വിചാരിക്കുക, അതിൻ്റെ മെഷാണ് ഇതെന്ന് വിചാരിക്കുക. സോ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് എയറിനെ പാസ് ചെയ്യുന്നു. എയർ പാസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഞാൻ തിരിച്ച് അതിനെ റിവേഴ്സ് ചെയ്യിക്കുകയാണ്. ഇത് എയർ ഇങ്ങനെ പോയി തിരിച്ച് റിവേഴ്സ് ചെയ്യുന്നു, അവിടെ പോയി തിരിച്ചു വരുന്നു. സോ അങ്ങനെ ചെയ്യണമെങ്കിൽ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. സോ എന്തൊക്കെ ഓപ്ഷൻ? The velocity of air is increased, the velocity of air is reduced, the air flow is increased, a large percentage of foreign matter is thrown out. എന്തായിരിക്കും ആൻസർ? ഇതായിരിക്കും ആൻസർ. എ ലാർജ് പെർസെൻറ്റേജ് ഓഫ് ഫോറിൻ മാറ്റർ ഈസ് ത്രോൺ ഔട്ട്. അതായത് നമുക്ക് ഫോറിൻ മാറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇതാണ്, നമ്മുടെ ഡസ്റ്റ് പാർട്ടിക്കിൾസ്, അത് തന്നെയാണ് ഫോറിൻ മാറ്റർ എന്ന് പറയുന്നത്. അതായത് അവിടെ ആവശ്യമില്ലാത്ത പാർട്ടിക്കിൾസ്, നമ്മൾ ഈ സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് എയർ വരുമ്പോൾ സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് ആ എയർ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ അല്ലേ, ഒരിക്കലും ബാക്കിയുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആവശ്യമില്ല. സോ അതിനെയാണ് നമ്മൾ ഫോറിൻ മാറ്റർ എന്ന് പറയുന്നത്. സോ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്, എയർ തിരിച്ച് റിവേഴ്സ് ഫ്ലോ നടക്കുമ്പോൾ എന്ത് ചെയ്യും, എയർ ഇങ്ങനെ വന്നു, അന്നേരം എന്ത് ചെയ്യുന്നു, ഇവിടെ വരുന്ന ഫിൽട്ടർ എന്ത് ചെയ്യും, എയറിലുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ് അബ്സോർബ് ചെയ്യും. സോ എയർ തിരിച്ചു പോകുമ്പോൾ എന്ത് ചെയ്യും, ആ തിരിച്ച് എയർ പോകുന്നതിന് കൂടെ തന്നെ എന്ത് ചെയ്യും, ഈ ഡസ്റ്റ് ഇവിടെ കുടുങ്ങിയിരിക്കുന്ന ഡസ്റ്റ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും, പുറത്തേക്ക് തെറിച്ചു പോകും. സോ അതാണ് ആൻസർ. ഡി ആണ് ഇവിടെ ആൻസർ വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ദ എഫിഷ്യൻസി ഓഫ് എൻ ഓയിൽ ബാത്ത് ടൈപ്പ് എയർ ക്ലീനർ ഈസ് യൂഷ്വലി. ഞാൻ കഴിഞ്ഞ ദിവസം എടുത്ത കമ്പോയിനെ ഞാൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എയർ ക്ലീനർ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു അല്ലേ. അതെന്തൊക്കെയായിരുന്നു? ഡ്രൈ ക്ലീനർ പറഞ്ഞായിരുന്നു, ഡ്രൈ, വെറ്റ്, ദെൻ ഓയിൽ ബാത്ത്. 3 ടൈപ്പാണ് പറഞ്ഞത്, ഡ്രൈ, വെറ്റ്, ഓയിൽ ബാത്ത്. അതിൽ ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഇതാണ് ഓയിൽ ബാത്ത് ടൈപ്പ് എയർ ക്ലീനറാണ് ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പം ഡ്രൈ ക്ലീനർ ഉണ്ട്, ഡ്രൈ എയർ ക്ലീനർ ഉണ്ട്, വെറ്റ് എയർ ക്ലീനർ ഉണ്ട്, സോ ഓയിൽ ബാത്ത് എയർ ക്ലീനർ ഉണ്ട്. ഇത് എന്തൊക്കെയാണെല്ലാം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. നിങ്ങൾ സൊല്യൂഷൻ വീഡിയോ നോക്കിയാൽ കാണും. ഓക്കെ, അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇതാണ് ഓയിൽ ബാത്ത് എയർ ക്ലീനറാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. സോ ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു ഓയിൽ ബാത്ത് എയർ ക്ലീനറിൻ്റെ എഫിഷ്യൻസി നോർമലി എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെ ഓപ്ഷൻ? 50%, 60%, 80%, 99%. സോ കറക്റ്റ് ആൻസർ ഇതാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഓയിൽ ബാത്ത് ടൈപ്പ് എയർ ക്ലീനറാണ്. അതിൻ്റെ എഫിഷ്യൻസി, ഒരു തിയററ്റിക്കൽ എഫിഷ്യൻസിയാണ് പറയുന്നത്, ഓൾമോസ്റ്റ് വരുന്നത് 99% ആണ് അതിൻ്റെ എഫിഷ്യൻസി വരുന്നത്. സോ ആൻസർ എന്ത് വരും? ഡി ആണ് വരിക, 99%. അടുത്ത് നോക്കാം, DMPFI സിസ്റ്റം യൂസസ്. എന്താണ് DMPFI സിസ്റ്റം ഉദ്ദേശിക്കുന്നത്? ഇത്രയേ ഉള്ളൂ. ഡി സ്റ്റാൻഡ്സ് ഫോർ ഡീസൽ, ദാറ്റ് ഈസ് ഡി സ്റ്റാൻഡ്സ് ഫോർ ഡീസൽ. ഇനി MPF നിങ്ങൾക്ക് അറിയായിരിക്കും, ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം എന്താ ഉദ്ദേശിക്കുന്നത്. MPF എന്ന് വെച്ചാൽ മൾട്ടി പോയിന്റ് അല്ലേ, മൾട്ടി പോയിന്റ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ, മൾട്ടി പോയിന്റ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ. ഇതാണ് ഷോർട്ടാക്കിയിട്ടാണ് DMPFI എന്ന് പറയുന്നത്, ഡീസൽ മൾട്ടി പോയിന്റ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റം യൂസസ്. എന്താണ് യൂസ് ചെയ്യുന്നത്? പോർട്ട് ഇഞ്ചക്ഷൻ ആണോ, അതിലേത് തരത്തിലാണ് ഇവിടെ നമ്മൾ ഫ്യൂവൽ ഇഞ്ചക്ട് ചെയ്തതെന്ന് ചോദിക്കുന്നത്. ഈ ഒരു കേസിൽ പോർട്ട് ഇഞ്ചക്ഷൻ, അതായത് പോർട്ട് ഇഞ്ചക്ഷൻ ഉദ്ദേശിക്കുന്നത് ഇൻലെറ്റ് പോർട്ട് ആട്ടോ. പിന്നെ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ആണോ, അതായത് ഡയറക്റ്റ് ആയിട്ട് നേരെ സിലിണ്ടറിൻ്റെ ഉള്ളിലേക്കാണ് ഇഞ്ചക്ട് ചെയ്യുന്നത്. ദെൻ മാനിഫോൾഡ് ഇഞ്ചക്ഷൻ ആണോ, അതായത് ഇൻലെറ്റ് മാനിഫോൾഡ് വഴി ബാക്കിയുള്ള എല്ലാ ഇഞ്ചക്ടറിലേക്കും കൊണ്ടുവരികയാണോ. പിന്നെ ത്രോട്ടിൽ ബോർഡ് ഇഞ്ചക്ഷൻ ആണോ എന്ന് ചോദിച്ചിരിക്കുന്നത്. ഇത്രയാണ് നമ്മുടെ ഓപ്ഷൻ. സോ നമുക്കറിയാം MPF സിസ്റ്റത്തിൽ എങ്ങനെയാണ്, ഒരു കോമൺ ആയിട്ട് എന്തുണ്ടാവും, ഒരു മാനിഫോൾഡ് ഉണ്ടാവും അല്ലെ, കോമൺ മാനിഫോൾഡ് ഉണ്ടാവും. ആ മാനിഫോൾഡിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുക, ഫ്യൂൽ കൊടുക്കുക. സോ ആ മാനിഫോൾഡിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും, ഓരോ സെപ്പറേറ്റ് ഇഞ്ചക്ടർ ഉണ്ടാവും ആണല്ലോ. ഒരു കോമൺ പാത്തായിരിക്കും ഇത്. ഈ മാനിഫോൾഡിൽ നിന്ന് എന്ത് ചെയ്യും, ഓരോ ഇഞ്ചക്ടറിലേക്ക് മാനിഫോൾഡ് എന്നാണ് നമ്മൾ ഫ്യൂൽ കൊടുക്കുക. സോ ഇവിടെ എന്താണ്, മാനിഫോൾഡ് ഇഞ്ചക്ഷൻ ആണ് കറക്റ്റ് ആൻസർ വരിക. ഫൈൻ. സോ ആൻസർ ഈസ് സി, മാനിഫോൾഡ് ഇഞ്ചക്ഷൻ. ഇനി അടുത്ത എന്താ, വിച്ച് വൺ ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് മഫ്ലർ. നിങ്ങൾക്ക് കൂടുതൽ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട, ജസ്റ്റ് ഇതിൻ്റെ ബേസിക്സ് മാത്രം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. നമുക്കിവിടെ 4 ടൈപ്പ് മഫ്ലർ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ബാഫ്ലർ ടൈപ്പ്, റെസൊണൻസ് ടൈപ്പ്, അബ്സോർബർ ടൈപ്പ്, ഡിസ്പ്ലേസ്മെൻറ്റ് ടൈപ്പ്. സോ നോക്കുക, നമ്മൾ ഈ ഫസ്റ്റ് ബാഫ്ലർ ടൈപ്പ് മഫ്ലർ എന്ന് പറയുമ്പം നമ്മൾ ഈ പോകുന്ന, അതായത് നമ്മൾ ഈ സൗണ്ട് പാസ് ചെയ്യുന്ന പാത്ത്, ഇതാണ് നമ്മൾ എക്സോസ്റ്റ് സിസ്റ്റം എന്ന് വിചാരിക്കുക. സോ ഈ എക്സോസ്റ്റ് സിസ്റ്റത്തിൽ നമ്മളെ എക്സോസ്റ്റ് ഗ്യാസ് പാസ് ചെയ്യുന്ന പാത്തിൽ നമ്മൾ 2 സൈഡിലായിട്ട് കുറച്ച് ബ്ലേഡ്സ് ഇങ്ങനെ കീപ്പ് ചെയ്യും. ഈ ബ്ലേഡ്സിനെയാണ് നമ്മൾ ബഫ്ലർ എന്ന് പറയുന്നത്. ഓക്കെ, ബഫ്ലർ എന്ന് പറയുന്നത്. സോ ഈ വരുന്ന എക്സോസ്റ്റ് ഗ്യാസസ് എന്ത് ചെയ്യും, ഈ ബ്ലേഡിൽ തട്ടും. ഈ വരുന്ന എക്സോസ്റ്റ് ഗ്യാസ് ബ്ലേഡ് തട്ടും. അങ്ങനെ എന്ത് ചെയ്യും, ഒരു പരിധി വരെ എന്ത് ചെയ്യും, ആ സൗണ്ട് നോയ്സ് നമുക്കവിടെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇനി റെസൊണൻസ് ടൈപ്പ് എന്ന് വെച്ചാൽ കുറച്ചും കൂടെ
ഹാർമോണിക്സ് ആയിട്ട് നമ്മുടെ വേവ് നേച്ചർ ഹാർമോണിക്സ് അതൊക്കെ ആയിട്ട് റിലേറ്റഡ് ആണ്. സോ റെസൊണൻസ് ടൈപ്പിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ കുറച്ചൊരു പർട്ടിക്കുലർ സിസ്റ്റം, ഒരു അബ്സോർബർ സിസ്റ്റം, അല്ലെങ്കിൽ അബ്സോർബർ സിസ്റ്റം എന്ന് പറയാൻ പറ്റില്ല, കുറച്ചും കൂടെ ഒരു അഡ്വാൻസ്ഡ് സിസ്റ്റം അത്. അതായത് നമ്മൾ റെസൊണൻസ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതായത് റെസൊണൻസ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് എന്താ, നമ്മുടെ റെസൊണൻസ് എന്ന് പറയും, റെസൊണൻസ് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മളൊരു ബോഡി, അതായത് ആ ബോഡി മൂവ് ചെയ്യുമ്പം നമ്മൾ നാച്ചുറലി ഒരു സൗണ്ട് അവിടെ അലൗഡ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, 10 decibel ആണ് നമ്മൾ നോർമൽ സൗണ്ട് എന്ന് വിചാരിക്കുക. നമ്മൾ സപ്പോസ് എക്സോസ്റ്റ് ഗ്യാസിൽ വരുന്ന സൗണ്ട് 20 decibel ആണെങ്കിൽ ഈ റെസൊണൻസ് മഫ്ലറിലാണെങ്കിൽ എന്ത് ചെയ്യും, അത് റെഡ്യൂസ് ചെയ്ത് ഈ 10 decibelന് ഈക്വൽ ആയിട്ട് കീപ്പ് ചെയ്യും. ഇവിടെയും സൗണ്ട് റിഡക്ഷൻ തന്നെയാണ് സംഭവിക്കുന്നത്. ഇതാണ് ഒരു റെസൊണൻസ് ടൈപ്പ്. ഇനി അബ്സോർബർ ടൈപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ പർട്ടിക്കുലർ അബ്സോർബിങ് മെറ്റീരിയൽസ് യൂസ് ചെയ്യും. സം അബ്സോർബിങ് മെറ്റീരിയൽസ് യൂസ് ചെയ്യും. അതായത് ഈ മഫ്ലറിന് ചുറ്റും സം അബ്സോർബിങ് മെറ്റീരിയൽസ് ഉണ്ടാവും, അത് കോട്ട് ചെയ്തിട്ടുണ്ടാവും. സോ ഈ അബ്സോർബിങ് മെറ്റീരിയൽസ് എന്ത് ചെയ്യും, ഈ എക്സോസ്റ്റ് ഗ്യാസ് ഇതിൽ കൂടെ പോകുമ്പോൾ അബ്സോർബിങ് മെറ്റീരിയൽ എന്ത് ചെയ്യും, ഈ ഗ്യാസസിൽ വരുന്ന സൗണ്ടിനെ അബ്സോർബ് ചെയ്യും. സോ അതാണ് അബ്സോർബർ ടൈപ്പ്. സോ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നോർമലി ഒരു മഫ്ലർ ഇല്ല. സോ നമ്മൾ ആൻസർ ഇവിടെ വരിക ഡിസ്പ്ലേസ്മെൻറ്റ് ടൈപ്പാണ്. ഓക്കെ, സോ ആൻസർ ഇസ് ഡി. നെക്സ്റ്റ് നോക്കാം, ദി യൂസ് ഓഫ് ടെട്രാ ഈഥൈൽ ലെഡ് ഇൻ ഗ്യാസോലിൻ എന്ന് വെച്ചാൽ നമ്മളെ ഫ്യൂൽ ഇൻ ഗ്യാസോലിൻ ഈസ് ബീയിങ് ഗ്രാജുവലി ഡിസ്കണ്ടിന്യൂഡ് സിൻസ് ഇറ്റ് പ്രസൻസ്. അതായത് നമ്മൾ എൻജിനിൽ ഫ്യൂൽ യൂസ് ചെയ്യുമ്പോൾ ആ ഫ്യൂവലിൽ നമ്മൾ ടെട്രാ ഈഥൈൽ ലെഡ് യൂസ് ചെയ്യും. ഇതിൽ ഗ്യാസോലിനിൽ. പിന്നീട് അത് ക്രമേണ ആ ഗ്യാസോലിനിലെ ഫ്യൂവലിൽ ടെട്രാ ഈഥൈൽ ലെഡ് യൂസ് ചെയ്യുന്നത് നമ്മൾ നിർത്തിവെച്ചു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിരിക്കുന്നത്. സിൻസ് ഇറ്റ് പ്രസൻസ്, അതായത് ടെട്രാ ഈഥൈൽ ലെഡിൻ്റെ പ്രസൻസ് എന്ത് കോസ് ചെയ്യുന്നു എന്നാണ് ചോദിക്കുന്നത്. ഡിക്രീസസ് ദ എൻജിൻ സ്പീഡ്, ബ്ലോക്സ് ദ കാറ്റലിറ്റിക് കൺവേർട്ടർ, മേക്സ് ദ ഫ്യൂവൽ കോസ്റ്റ്ലി, ഗിവ്സ് ബാഡ് ഓർഡർ. ഇവിടെ ആൻസർ വരിക ബ്ലോക്സ് ദ കാറ്റലിറ്റിക് കൺവേർട്ടറാണ്. നമുക്കറിയാം കാറ്റലിറ്റിക് കൺവേർട്ടർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഒരു പരിധി വരെ നമ്മളെ എൻജിൻ്റെ എക്സോസ്റ്റിൽ വരുന്ന പൊല്യൂട്ടൻസിനെ പൊല്യൂഷൻ കുറക്കാൻ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് കാറ്റലിറ്റിക് കൺവേർട്ടർ അല്ലേ. പൊല്യൂഷൻ ഒരു പരിധിവരെ കുറക്കാൻ ഉപയോഗിക്കുന്നതാണ് കാറ്റലിറ്റിക് കൺവേർട്ടർ. സോ നമ്മളിവിടെ ലെഡ് യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ ലെഡ് പോയിട്ട് ഈ കാറ്റലിറ്റിക് കൺവേർട്ടറിനെ ബ്ലോക്ക് ചെയ്യും. കാറ്റലിറ്റിക് കൺവേർട്ടറിൻ്റെ ഡിഫറെൻറ്റ് ഓപ്പണിങ്സിനെ പാസേജസിനെ ബ്ലോക്ക് ചെയ്യും. അതുവരെ എന്ത് ചെയ്യും, ഈ കാറ്റലിറ്റിക് കൺവേർട്ടർ കറക്റ്റായി വർക്ക് ചെയ്യാണ്ടാവും. പിന്നെ കാറ്റലിറ്റിക് കൺവേർട്ടർ വർക്ക് ചെയ്യാണ്ടായി എന്ത് സംഭവിക്കും, ഓട്ടോമാറ്റിക്കലി അവിടെ ഉണ്ടാകുന്ന പൊല്യൂട്ടൻസ് എന്ത് ചെയ്യും, ഡയറക്റ്റായിട്ട് അങ്ങോട്ട് പോകും, അറ്റ്മോസ്ഫിയറിലേക്ക് പോകുമല്ലോ. പൊല്യൂട്ടൻസ് ഡയറക്റ്റായിട്ട് അറ്റ്മോസ്ഫിയറിലേക്ക് പോകും, പൊല്യൂഷൻ കോസ് ചെയ്യും. സോ അതുകൊണ്ടാണ് നമ്മളിവിടെ കാറ്റലിറ്റിക് കൺവേർട്ടർ ബ്ലോക്ക് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളിവിടെ ടെട്രാ ഈഥൈൽ ലെഡ് യൂസ് ചെയ്യാത്തത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം, എന്ത് പറയാം, ടെട്രാ ഈഥൈൽ ലെഡ് നമ്മളൊരു വണ്ടിയിൽ ഫ്യൂവൽ യൂസ് ചെയ്യണം എന്ത് സംഭവിക്കും, അത് വളരെയധികം പൊല്യൂഷൻ കോസ് ചെയ്യാൻ കാരണമാവും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം, ദി കാറ്റലിറ്റിക് കൺവേർട്ടർ റെഡ്യൂസസ് കാർബൺ മോണോക്സൈഡ് എമിഷൻസ് ബൈ. അതായത് നമ്മൾ മെയിനായിട്ട് നമ്മൾ കാറ്റലിറ്റിക് കൺവേർട്ടറിൽ എന്തൊക്കെയാണ് റെഡ്യൂസ് ചെയ്യുന്നത് നോക്കിയാൽ നമുക്കവിടെ പറയാൻ പറ്റും. കാറ്റലിറ്റിക് കൺവേർട്ടർ മെയിനായിട്ട് 2 റിയാക്ഷനാണ് നടക്കുന്നത്. ഒന്ന് റിഡക്ഷൻ റിയാക്ഷൻ എന്ന് പറയും. എന്താണ്, ഒന്ന് റിഡക്ഷൻ റിയാക്ഷൻ. 2 റിയാക്ഷനാണ്, ഒന്ന് റിഡക്ഷൻ, മറ്റൊന്ന് ഓക്സിഡേഷൻ എന്ന് പറയും. എന്താണ്, ഒന്ന് റിഡക്ഷനും മറ്റേത് ഓക്സിഡേഷനും. സോ നമുക്കറിയാം മെയിനായിട്ട് നമുക്ക് വരുന്ന 2 കമ്പോണൻസാണ്. ഒന്ന് കാർബൺ മോണോക്സൈഡും മറ്റൊന്ന് നൈട്രജൻ ഓക്സൈഡ്സ് ആണല്ലോ. സോ ഇതെന്ത് ചെയ്യുന്ന വെച്ചാൽ കാറ്റലിറ്റിക് കൺവേർട്ടർ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ കാർബൺ മോണോക്സൈഡ് വളരെയധികം ഡേഞ്ചറസ് ആണല്ലേ, വളരെയധികം പൊല്യൂഷൻ കോസിങ് ആണ്. സോ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതിനെ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യിക്കും. സോ അന്നേരം എന്താവും, ഓട്ടോമാറ്റിക്കലി ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ആവും. ഓക്കെ, ഓക്സിജൻ ചെയ്യുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആവും. അതുപോലെ NOx എന്ത് ചെയ്യുന്നത് വെച്ചാൽ സ്പ്ലിറ്റ് ചെയ്ത് നൈട്രജനും ഓക്സിജനുമായിട്ട് കൺവേർട്ട് ചെയ്യും. സോ നോക്കി ഇവിടെ ഫസ്റ്റ് കേസിൽ എന്താ സംഭവിക്കുന്നത്, കാർബൺ മോണോക്സൈഡിനോട് ഓക്സിജൻ ആഡ് ചെയ്യുകയാണ്. നിങ്ങൾ കെമിസ്ട്രി പഠിച്ചിട്ടുണ്ടാകും, ഒരു പർട്ടിക്കുലർ സബ്സ്റ്റൻസിനോട് ഓക്സിജൻ ആഡ് ചെയ്യുന്ന റിയാക്ഷൻ നമ്മൾ എന്താ പറയുക, ഓക്സിഡേഷൻ എന്നാണ് പറയുക. അതുപോലെ ഒരു പർട്ടിക്കുലർ കമ്പോണൻറ്റിൽ നിന്ന് ഓക്സിജൻ സെപ്പറേറ്റ് ചെയ്യുന്നതിന് എന്ത് പറയും, റിഡക്ഷൻ എന്ന് പറയും. സോ നമ്മളിവിടെ കാർബൺ മോണോക്സൈഡ് എമിഷൻ റെഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഓക്സിജൻ ആഡ് ചെയ്തിട്ടാണ്. സോ എന്ത് പറയും, ഓക്സിഡേഷൻ എന്ന് പറയും. ഇനി നൈട്രജൻ ഓക്സൈഡ്സിന് എങ്ങനെ ചെയ്യുന്നത്, ഓക്സിജൻ നൈട്രസ് ഓക്സൈഡിൽ നിന്ന് നൈട്രജൻ ഓക്സൈഡായിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്, ഓക്സിജനെ സ്പ്ലിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സോ അതിനെന്ത് പറയും, റിഡക്ഷൻ എന്ന് പറയും. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്, കാർബൺ മോണോക്സൈഡ് എമിഷൻ എങ്ങനെ കുറക്കുന്നത് ചോദിച്ചിരിക്കുന്നത്. സോ എങ്ങനെയാണ്, ഓക്സിജൻ ആഡ് ചെയ്യുന്ന വഴിയാണ് കാർബൺ മോണോക്സൈഡ് എമിഷൻ കുറക്കുക. സോ ഓക്സിജൻ ആഡ് ചെയ്യുന്നതിന് എന്ത് പറയും, ഓക്സിഡേഷൻ എന്ന് പറയും. സോ ആൻസർ ഈസ് ഓക്സിഡേഷൻ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം.
നെക്സ്റ്റ് ക്വസ്റ്റൻ ഇതാണ്, വേർ ഈസ് ടർബോ ചാർജർ ലൊക്കേറ്റഡ്? നമ്മളൊരു ടർബോ ചാർജർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ സൈഡിൽ ടർബോ ചാർജിൻ്റെ കുറേ അധികം ക്വസ്റ്റ്യൻസ് ചെയ്തായിരുന്നു. നമുക്ക് ടർബോ ചാർജർ ജസ്റ്റ് എന്താ ഞാൻ സിമ്പിളായി പറയുകയാണ്. ഇത്രയുള്ള ടർബോ ചാർജറിൽ എന്താണ്, നമ്മൾ എഞ്ചിൻ്റെ സിലിണ്ടർ എടുക്കുകയാണെങ്കിൽ ഇതാണ് സിലിണ്ടർ, ഇതാണ് നമ്മളെ പിസ്റ്റൺ എന്ന് വിചാരിക്കുക, ഇതാണ് നമ്മൾ ഇൻലെറ്റ് മാനിഫോൾഡ്, ഇതാണ് എക്സോസ്റ്റ് മാനിഫോൾഡ്. ഓക്കെ ആണല്ലോ. ഇനി ഈ ടർബോ ചാർജർ എന്താ ചെയ്യുന്നത്, ഈ എക്സോസ്റ്റ് മാനിഫോൾഡ് എന്ന് വരുന്ന ഗ്യാസസിന് എന്ത് ചെയ്യും, ഫസ്റ്റ് നമ്മളൊരു ടർബൈനിലേക്ക് പാസ് ചെയ്യും അല്ലേ. സോ ടർബൈനിന് ഷാഫ്റ്റ് ഉണ്ടാവും അല്ലേ, ടർബൈൻ ഒരു കോമൺ ഷാഫ്റ്റ് ഉണ്ടാവും. ആ ടർബൈൻ്റെ ഷാഫ്റ്റ് നേരെ ഇതിലേക്ക് കണക്ട് ചെയ്യും, ഒരു കംപ്രസറിലേക്ക് കണക്ട് ചെയ്യും. സോ എക്സോസ്റ്റ് ഗ്യാസസ് എന്ത് ചെയ്യും, ഈ എക്സോസ്റ്റ് ഗ്യാസ് പോയിട്ട് ടർബൈനെ വർക്ക് ചെയ്യിക്കും. സോ ടർബൈൻ വർക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈ ഷാഫ്റ്റ് കറങ്ങും. സോ ഷാഫ്റ്റ് കറങ്ങുമ്പോൾ എന്ത് ചെയ്യും, ആ സെയിം ഷാഫ്റ്റിലാണ് ആരും കണക്ട് ചെയ്തിരിക്കുന്നത്, കംപ്രസർ കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ഈ കംപ്രസർ എന്ത് ചെയ്യും, വർക്ക് ചെയ്യും. കംപ്രസർ എന്ത് ചെയ്യും, ഈ വരുന്ന ഗ്യാസസിനെ കംപ്രസ് ചെയ്ത് ഹൈ പ്രഷർ ആക്കി എന്ത് ചെയ്യും, നേരെ ഇൻടേക്ക് സൈഡിലേക്ക് കൊടുക്കും. ഈ ഇൻടേക്ക് സൈഡ് വെച്ചിട്ട് വരുന്ന ഈ പ്രഷർ വെച്ചിട്ട് എന്ത് ചെയ്യും, ഹൈ പ്രഷർ ഗ്യാസ് വെച്ചിട്ട് എന്ത് ചെയ്യും, വീണ്ടും ഈ എൻജിൻ സിലിണ്ടർ വർക്ക് ചെയ്യും. സോ ഇതാണ് നമ്മൾ ടർബോ ചാർജർ എന്ന് പറയുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, വേർ ഈസ് ടർബോ ചാർജർ ലൊക്കേറ്റഡ്? എവിടെയാണ്, എക്സോസ്റ്റ് മാനിഫോൾഡ്, ഇൻലെറ്റ് മാനിഫോൾഡ്, സിലിണ്ടർ ഹെഡ്, എയർ ക്ലീനർ. സോ നമ്മൾ ടർബോ ചാർജർ ഫസ്റ്റ് കണക്ഷൻ വരുന്നത് എങ്ങോട്ടാണ് നോക്കിയാൽ മതി. എങ്ങോട്ടാണ് ഫസ്റ്റ് കണക്ഷൻ വരുന്നത് ടർബോ ചാർജറിൻ്റെ, എക്സോസ്റ്റ് മാനിഫോൾഡിലേക്കാണ് ഫസ്റ്റ് ടർബൈൻ്റെ ഡയറക്റ്റ് കണക്ഷൻ വരുന്നത്. പിന്നെ അതിനുശേഷം കംപ്രസർ എവിടത്തേക്ക് വരുന്നു, ഇൻലെറ്റിലേക്ക് വരുന്നു. സോ ഫസ്റ്റ് കണക്ഷൻ വരുന്നത് എക്സോസ്റ്റിലേക്കാണ്. കാരണം എക്സോസ്റ്റ് എന്നാണ് നമ്മൾ എക്സോസ്റ്റ് ഗ്യാസ് യൂസ് ചെയ്തിട്ടാണ് എന്ത് വർക്ക് ചെയ്യുന്നത്, ടർബൈൻ വർക്ക് ചെയ്യുന്നത്. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ നിങ്ങൾ ഏത് ആൻസർ പറയും, എക്സോസ്റ്റ് മാനിഫോൾഡ് ആണ് ഇവിടെ ആൻസർ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 14th question, what is the material generally used for manufacturing inlet manifold? അതായത് ഇൻലെറ്റ് മാനിഫോൾഡ് ഉണ്ടാക്കാൻ നമ്മൾ പൊതുവേ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. നമ്മളിവിടെ ഇൻലെറ്റ് മാനിഫോൾഡ് ഉണ്ടാക്കാൻ മെയിനായിട്ട് 2 മെറ്റീരിയലാണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ. ഇൻലെറ്റ് മാനിഫോൾഡ് ഉണ്ടാക്കാൻ ഒന്ന് കാസ്റ്റ് അയൺ, പിന്നെ അലുമിനിയം അലോയ്, പിന്നെ ടോട്ടൽ ഓപ്ഷൻ ആദ്യം വായിക്കുകയാണ്, കാസ്റ്റ് അയൺ, അലുമിനിയം അലോയ്, കോപ്പർ ആൻഡ് സ്റ്റീൽ. ഇത്രയാണ് നമുക്ക് ഇൻലെറ്റ് മെറ്റീരിയൽ ഉണ്ടാക്കാൻ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ. സോ ഇവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട് അലുമിനിയം അലോയ് ആണ് ഇവിടെ ആൻസർ കൊടുത്തിരിക്കുന്നത്. സോ നോക്കുക, നമ്മൾ മെയിനായിട്ട് 2 മെറ്റീരിയലാണ് ഇൻലെറ്റ് മാനിഫോൾഡ് ഉണ്ടാക്കാൻ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്ത് കാണുന്നത്. ഓക്കെ, അതിൽ ഒന്ന് കാസ്റ്റ് അയൺ, മറ്റൊന്ന് അലുമിനിയം. ഓക്കെ, ഇത് രണ്ടും കാസ്റ്റ് അയൺ അലുമിനിയം രണ്ടും ഇൻലെറ്റ് മാനിഫോൾഡ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ്. സോ നമുക്കിപ്പോൾ സപ്പോസ് ക്വസ്റ്റ്യനിൽ ഇങ്ങനെ തന്നിട്ടുള്ളൂ എന്ന് വിചാരിക്കുക, കാസ്റ്റ് അയൺ അതുപോലെ അലുമിനിയം ഇത്രേ തന്നിട്ടുള്ളൂ, അലോ ഇല്ല എന്ന് വിചാരിക്കുക, കാസ്റ്റ് അയൺ അലുമിനിയം ഇത്രയും ഓപ്ഷനിൽ വിചാരിക്കുക. സോ നമുക്കിവിടെ കൺഫ്യൂസിങ് ആണ്, കാരണം കാസ്റ്റ് അയൺ ഉപയോഗിക്കുന്നുണ്ട്, അലുമിനിയം ഉപയോഗിക്കുന്നുണ്ട്. സോ നമുക്ക് ബോത്ത് എ ആൻഡ് ബി എന്നുള്ളൊരു ഓപ്ഷൻ കിട്ടണം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ കാസ്റ്റ് അയൺ മറ്റേത് അലുമിനിയം അലോയിൽ നിന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇവിടെ കൺഫ്യൂഷൻ വരരുത്. കാരണം എന്ന് വെച്ചാൽ ഒരിക്കലും നമ്മൾ കാസ്റ്റ് ആൻഡ് അലുമിനിയം യൂസ് ചെയ്യുമ്പോഴും അത് പ്യുവർ ഫോമിലായിരിക്കില്ല യൂസ് ചെയ്യുന്നത്. അതിൻ്റെ പല പല പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യാൻ നമ്മൾ അതിൻ്റെ കൂടെ കുറച്ച് എക്സ്ട്രാ സബ്സ്റ്റൻസ് ആഡ് ചെയ്യും. സോ അതൊരു അലോയ് ഫോമിലാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുക. സോ നമ്മളിവിടെ അലുമിനിയം അലോയ് എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ കാസ്റ്റ് അയൺ തൽക്കാലം ഒഴിവാക്കുകയാണ്. അതിനെക്കാളും കുറച്ചും കൂടി ബെറ്റർ ഓപ്ഷൻ ഉള്ളത് അലുമിനിയം അലോയ് ആണ്. സോ നമ്മൾ കൊടുക്കുന്ന ആൻസർ അലുമിനിയം അലോയ്. ഇതാണ് അതിൻ്റെ ആൻസർ കൊടുക്കുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ വരിക. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് ഈസ് ദ മെറ്റീരിയൽ ജനറലി യൂസ്ഡ് ഫോർ മാനുഫാക്ചറിങ് എക്സോസ്റ്റ് മാനിഫോൾഡ്? തൊട്ട് മുന്നേ നമ്മൾ ഇൻലെറ്റ് മാനിഫോൾഡ് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ചോദിച്ചിരിക്കുന്നവർ എക്സോസ്റ്റ് മാനിഫോൾഡാണ് ചോദിച്ചിരിക്കുന്നത്. സോ നോക്കുക, നമ്മൾ എക്സോസ്റ്റ് മാനിഫോൾഡ് നോക്കുമ്പോൾ എക്സോസ്റ്റ് മാനിഫോൾഡ് ഉണ്ടാക്കാൻ മെയിനായിട്ട് 2 മെറ്റീരിയലാണ് യൂസ് ചെയ്യുക. ഒന്ന് കാസ്റ്റ് അയൺ, ഞാൻ ഷോർട്ടാക്കിയിട്ട് CI എന്നതാണ്. സെക്കൻഡ് മെറ്റീരിയൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ. ഇതാണ് സെക്കൻഡ് മെറ്റീരിയൽ, സ്റ്റെയിൻലെസ് സ്റ്റീൽ. ഇതാണ് സെക്കൻഡ് മെറ്റീരിയൽ. ഫസ്റ്റ് ഓപ്ഷൻ ഈസ് കാസ്റ്റ് അയൺ, സെക്കൻഡ് ഓപ്ഷൻ ഈസ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. ഈ 2 മെറ്റീരിയലാണ് നമ്മൾ എക്സോസ്റ്റ് മാനിഫോൾഡ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. നോക്കുക, ഈ 2 മെറ്റീരിയൽ തന്നെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്, ഏറ്റവും ബെസ്റ്റ് മെറ്റീരിയൽ ഏതാണ് ചോദിക്കുകയാണെങ്കിൽ, എക്സോസ്റ്റ് മാനിഫോൾഡ് ഉണ്ടാക്കാൻ ഏറ്റവും ബെസ്റ്റ് മെറ്റീരിയൽ ചോദിക്കുകയാണെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഇതാണ് എക്സോസ്റ്റ് മാനിഫോൾഡ് ഉണ്ടാക്കാൻ ഏറ്റവും ബെസ്റ്റ് മെറ്റീരിയൽ. പക്ഷെ നമ്മൾ ഓപ്ഷൻ നിങ്ങൾ ജസ്റ്റ് നോക്കുക, ഓപ്ഷൻ നമുക്ക് കാസ്റ്റ് അയണും തന്നിട്ടുണ്ട്, സ്റ്റീലും തന്നിട്ടുണ്ട്.
പക്ഷേ ഏത് ടൈപ്പ് സ്റ്റീലാണെന്ന് ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടില്ല. ഇപ്പോൾ സ്റ്റീൽ പല ടൈപ്പാകും. ലോ കാർബൺ സ്റ്റീലാവാം, മീഡിയം കാർബൺ സ്റ്റീലാവാം, ഹൈ കാർബൺ സ്റ്റീലാവാം, സ്റ്റെയിൻലെസ് സ്റ്റീലാവാം, അങ്ങനെ പല ടൈപ്പിലെ സ്റ്റീലും ഉണ്ട്. സോ നമുക്കിവിടെ ഒരിക്കലും ക്വസ്റ്റ്യനിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറഞ്ഞില്ല. പക്ഷേ ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? കാസ്റ്റ് അയണിനോട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ എന്തായിരിക്കും ഇവിടെ ആൻസർ വരിക? കാസ്റ്റ് അയൺ ആണ് ആൻസർ എടുക്കേണ്ടത്. സപ്പോസ് ക്വസ്റ്റ്യനിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? സ്റ്റെയിൻലെസ് സ്റ്റീലാണ് സെലക്ട് ചെയ്യേണ്ടത്, കാസ്റ്റ് അയൺ സെലക്ട് ചെയ്യരുത്. കാരണം ബെസ്റ്റ് മെറ്റീരിയൽ എപ്പോഴും സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഇവിടെ സ്റ്റെയിൻലെസ് എന്ന് പറയാത്തതുകൊണ്ടാണ് നമ്മൾ ഈ സ്റ്റീലിന് ഒഴിവാക്കിയിരിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. ഇനി അടുത്ത് നോക്കാം. വേർ ദി ടർബോ ചാർജർ കംപ്രസർ ഹൗസിംഗ് ഔട്ട്ലെറ്റ് കണക്റ്റഡ്. സിമ്പിൾ അല്ലേ? തൊട്ട് മുന്നേ പറഞ്ഞേ ഉള്ളൂ അല്ലേ? അതായത് നമ്മൾ ടർബോ ചാർജർ എടുക്കുമ്പോൾ ടർബോ ചാർജറിൻ്റെ 2 പാർട്ട് പറഞ്ഞു. ഒന്ന് കംപ്രസറും ഒന്ന് ടർബൈനും. ടർബൈൻ എങ്ങോട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു? ടർബൈൻ കൊടുക്കുന്നത് എക്സോസ്റ്റിൽ, ടർബൈൻ കൊടുക്കുന്നത് എക്സോസ്റ്റിലും കംപ്രസർ കൊടുക്കുന്നത് എങ്ങോട്ടാ? ഇൻലെറ്റ്, ഇൻടേക്ക് സിസ്റ്റം. സോ എവിടത്തേക്കാണ്? ടു ഇൻലെറ്റ് മാനിഫോൾഡ് ആയിരിക്കും നമ്മൾ കംപ്രസർ കൊടുക്കുന്നത്. ഫൈൻ. സോ ഓപ്ഷൻ ഈസ് ബി. നെക്സ്റ്റ് നോക്കാം. ഡ്യൂറിങ് എൻജിൻ ബാക്ക് ഫയർ വിച്ച് ആക്ട് ആസ് ഫ്ലെയിം അറസ്റ്റർ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞൊരു ടോപ്പിക്കാണിത്. അതായത് നമ്മൾ എൻജിൻ്റെ ബാക്ക് ഫയർ നടക്കുമ്പോൾ അവിടെ ആരാണ് ഫ്ലെയിം അറസ്റ്ററായിട്ട് ആക്ട് ചെയ്യാന്ന് ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെ ഓപ്ഷൻ? ഫ്യൂവൽ ഫിൽട്ടർ, എയർ ഫിൽട്ടർ, മഫ്ലർ, ഓയിൽ ഫിൽട്ടർ. എന്തായിരിക്കും ആൻസർ? കഴിഞ്ഞ ദിവസം ഞാൻ 3 ഫംഗ്ഷൻ പറഞ്ഞായിരുന്നു. ഇതിൻ്റെ എയർ ക്ലീനർ അഥവാ എയർ ഫിൽട്ടർ, അങ്ങനെ ഒരു ടോപ്പിക് ഞാൻ കഴിഞ്ഞ ദിവസം എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ എക്സാമിൻ്റെ എടുത്ത് നോക്കിയാൽ അതിൽ കാണും. എയർ ക്ലീനർ ഓർ എയർ ഫിൽറ്ററിൻ്റെ 3 ഫംഗ്ഷൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു ഫംഗ്ഷനായിരുന്നു എന്ത്? ഫ്ലെയിം അറസ്റ്റർ എന്ന് പറയുന്നത്. മറ്റൊരു ഫംഗ്ഷൻ ഓർമ്മയുണ്ടോ? മറ്റൊരു ഫംഗ്ഷൻ എന്തായിരുന്നു? സൈലൻസറായിട്ട് ആക്ട് ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നു. സൈലൻസറായിട്ട് ആക്ട് ചെയ്യുന്നു, ഫ്ലെയിം അറസ്റ്ററായിട്ട് ആക്ട് ചെയ്യുന്നു. ഇത് രണ്ടും കൂടാതെ എന്താ? ഇതിൻ്റെ ബേസിക് ഫംഗ്ഷൻ ക്ലീനിങ് എയർ, അതാണ് ബേസിക് ഫംഗ്ഷൻ. സോ ഇവിടെ എന്താ ആൻസർ വരിക? എയർ ഫിൽട്ടറാണ് ഫ്ലെയിം അറസ്റ്ററായിട്ട് ആക്ട് ചെയ്യുന്നത്. ഫൈൻ. ഓപ്ഷൻ ഈസ് ബി. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റൻ ഇതാണ്. വിച്ച് ടൈപ്പ് ഓഫ് മഫ്ലർ പ്രൊഡ്യൂസസ് ആൻറ്റി നോയിസ് വിത്തൗട്ട് റെസ്ട്രിക്റ്റിംഗ് ദി എക്സോസ്റ്റ് ഫ്ലോ ഇൻ എ സൈലൻസർ. അതായത് നമ്മൾ മഫ്ലർ, ഏത് ടൈപ്പ് മഫ്ലറാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. ആൻറ്റി നോയിസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആൻറ്റി നോയിസ് എന്ന് വെച്ചാൽ നമ്മൾ അവിടെ ഉണ്ടാകുന്ന എക്സോസ്റ്റിൽ ഉണ്ടാകുന്ന നോയിസിനെതിരായിട്ടുള്ളൊരു സംഭവം, അതാണ് ആൻറ്റി നോയിസ് എന്ന് പറയുന്നത്. ആ നോയിസിനെ ഓപ്പോസ് ചെയ്യുക, നോയിസിനെ ഡിപ്രസ് ചെയ്യുക, അതാണ് ആൻറ്റി നോയിസ് എന്ന് പറയുന്നത്. എക്സോസ്റ്റ് ഉണ്ടാകുന്ന നോയിസിനെ ഡിപ്രസ് ചെയ്യുക. അത് എങ്ങനെ നോയിസിനെ ഡിപ്രസ് ചെയ്യണം? ആ എക്സോസ്റ്റ് ഫ്ലോയിലുള്ള, വിത്തൗട്ട് റെസ്ട്രിക്റ്റിംഗ് ദി എക്സോസ്റ്റ് ഫ്ലോ ഇൻ ദി സൈലൻസർ, അതായത് ആ എക്സോസ്റ്റ് ഫ്ലോയിലുള്ള ഗ്യാസസിൻ്റെ, എക്സോസ്റ്റിലേക്ക് വരുന്ന ഗ്യാസസ് അല്ലെങ്കിൽ സ്മോക്ക് വരുമല്ലോ, അതിൻ്റെ ഫ്ലോയിനെ എഫക്റ്റ് ചെയ്യാതെ, ആ ഫ്ലോ നടക്കുന്നുണ്ടാകും പക്ഷേ ആ ഫ്ലോയിനെ എഫക്റ്റ് ചെയ്യാതെ അവിടെ വർക്ക് ചെയ്യുന്ന ഒരു മഫ്ലർ. ബാക്കി പലതിലും നോക്കുകയാണെങ്കിൽ എക്സോസ്റ്റ് ഗ്യാസസിൻ്റെ ഫ്ലോയിനെ ഒരു തരത്തിൽ അബ്സോർബ് ചെയ്യും, അല്ലെങ്കിൽ ആ ഫ്ലോയിനെ റിട്ടാർഡ് ചെയ്യും, അങ്ങനെ പലതും ചെയ്യും. പക്ഷേ ഈ മഫ്ലർ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ അവിടെ ഉണ്ടാകുന്ന ഗ്യാസസിൻ്റെ ഫ്ലോയിൻ്റെ വെലോസിറ്റിക്ക് ഒരു ചേഞ്ചും നടക്കില്ല, അതങ്ങനെ തന്നെ കീപ്പ് ചെയ്യും. പക്ഷെ എന്തായിരിക്കും? ആ വരുന്ന ഗ്യാസസിൻ്റെ സൗണ്ട് റെഡ്യൂസ് ചെയ്യും. എക്സോസ്റ്റ് വരുന്ന ഗ്യാസസിൻ്റെ സൗണ്ട് റെഡ്യൂസ് ചെയ്യും. അത് ഏത് ടൈപ്പ് മഫ്ലർ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ എന്തൊക്കെ നമുക്ക് നോക്കാം. ബാഫിൾ ടൈപ്പ് മഫ്ലർ, റിവേഴ്സ് ഫ്ലോ ടൈപ്പ് മഫ്ലർ, ഇലക്ട്രോണിക് ടൈപ്പ് മഫ്ലർ, സ്ട്രെയിറ്റ് ത്രൂ മഫ്ലർ. സോ നമുക്കിവിടെ 4 ടൈപ്പ് മഫ്ലർ വന്നിട്ടുണ്ട്. അതിൽ ബാഫിൾ ടൈപ്പ് മഫ്ലർ ഞാൻ ജസ്റ്റ് പറഞ്ഞായിരുന്നു അല്ലേ. ബാഫിൾ ടൈപ്പ് മഫ്ലറിൽ എന്താ നടക്കുന്നത്? അതായത് ഈ മഫ്ലറിൻ്റെ 2 സൈഡിൽ നമ്മൾ പ്ലേറ്റ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. സോ ആ പ്ലേറ്റ് എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു ഓട്ടോമാറ്റിക്കലി ഗ്യാസ് ഫ്ലോ ചെയ്യുമ്പോൾ ഗ്യാസ് ഈ പ്ലേറ്റിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുമെന്ന് പറഞ്ഞു. സോ ഓട്ടോമാറ്റിക്കലി അവിടെ ഫ്ലോ എന്തായാലും ഡിസ്റ്റർബ്ഡ് ആവും. ഇനി അടുത്ത നോക്കുകയാണെങ്കിൽ റിവേഴ്സ് ഫ്ലോ ടൈപ്പ് മഫ്ലർ നോക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഈ വരുന്ന ഗ്യാസസിനെ വേറൊരു പാത്തിലെ കൂടി ഡൈവേർട്ട് ചെയ്ത് അയക്കും. നമ്മൾ ഡയറക്റ്റ് പുറത്തേക്ക് പോവാതെ വേറെ ഏതെങ്കിലും പാത്തിലെ കൂടി റിവേഴ്സ് ഫ്ലോ ആയിട്ട് കണ്ടക്ട് ചെയ്ത് അയക്കും. അതാണ് റിവേഴ്സ് ഫ്ലോ. ഇനി ഇലക്ട്രോണിക് ടൈപ്പ് എന്താണ് ഞാൻ പറയാം. പിന്നെ സ്ട്രെയിറ്റ് ത്രൂ മഫ്ലർ എന്ന് ചിത്രമേ ഉള്ളൂ. സ്ട്രെയിറ്റ് ത്രൂ മഫ്ലർ എന്ന് വെച്ചാൽ നമ്മൾ ഇവിടുന്ന് എക്സോസ്റ്റ് ഗ്യാസ് വരുന്നു, എക്സോസ്റ്റ് ഗ്യാസസ് ഈ മഫ്ലറിൽ കൂടെ പാസ് ചെയ്ത് നേരെ പുറത്തേക്ക് പോകുന്നു, നേരെ ഔട്ട് സൈഡിലേക്ക് പോകുന്നു. അതാണ് സ്ട്രെയിറ്റ് ത്രൂ മഫ്ലർ. ഇനി ഇലക്ട്രോണിക് ടൈപ്പ് മഫ്ലർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇതാണ്. അവിടെ ഫ്ലോ കാര്യമായിട്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഫ്ലോനെ കാര്യമായിട്ട് ഒട്ടും എഫക്റ്റ് ചെയ്യില്ല. അതിന് പകരം ഇവിടെ പർട്ടിക്കുലർ ടൈപ്പ് കുറച്ച് സെൻസേഴ്സൊക്കെ യൂസ് ചെയ്യും. യൂസ് ചെയ്ത് ആ സെൻസേഴ്സ് എന്ത് ചെയ്യും? ഈ എത്ര സൗണ്ടാണ് ഇവിടെ വരുന്നത് സൗണ്ടിനെ റെഡ്യൂസ് ചെയ്യും. എക്സോസ്റ്റ് വരുന്ന ഗ്യാസസിൻ്റെ സൗണ്ടിനെ റെഡ്യൂസ് ചെയ്യും.
ഈ സെൻസസ്. അതിനു വേണ്ടി നമ്മൾ പല എക്സ്ട്രാ എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്യും. അതായത് പല സ്പീക്കേഴ്സും പല സൗണ്ട് ഡിറ്റക്റ്റിംഗ് ഡിവൈസസൊക്കെ യൂസ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ആ ഒരു സൗണ്ടിനെ റെഡ്യൂസ് ചെയ്യും. അതാണ് ഇലക്ട്രോണിക് ടൈപ്പ് മഫ്ലർ എന്ന് പറയുന്നത്. സോ ഇവിടെ ആൻസർ വരെ ഇലക്ട്രോണിക് ടൈപ്പ് മഫ്ലറാണ്. അതിൽ മാത്രമേ ഈ ഫ്ലോ എഫക്റ്റ് ചെയ്യാതെ പോകൂ, ഫ്ലോ ഒട്ടും ഡിസ്റ്റർബ്ഡ് ആവാതെ പോകും. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. വിച്ച് ടൈപ്പ് ഓഫ് മഫ്ലർ ഈസ് ഫിറ്റഡ് വിത്ത് സെൻസേഴ്സ്? ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. സെൻസേഴ്സ്, മൈക്രോഫോൺസ് ആൻഡ് സ്പീക്കേഴ്സ്. ജസ്റ്റ് സൗണ്ടൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനും അതിൻ്റെ നോയ്സ് ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെയാണ് ഈ മൈക്രോഫോൺ സ്പീക്കേഴ്സൊക്കെ യൂസ് ചെയ്യുന്നത്. സോ സെൻസേഴ്സ് അതിൻ്റെ യൂണിറ്റ് മെഷർ ചെയ്യാൻ, എത്ര എമൗണ്ട് സൗണ്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് മെഷർ ചെയ്യാനാണ് സെൻസേഴ്സ് യൂസ് ചെയ്യുന്നത്. സോ ഏതായിരിക്കും? ഇലക്ട്രോണിക് ടൈപ്പ് മഫ്ലറിലാണ് നമ്മൾ പൊതുവെ ഇതൊക്കെ യൂസ് ചെയ്ത് കാണുന്നത്. നെക്സ്റ്റ് നോക്കാം. എൻ എയർ കംപ്രസർ മേ ബി കൺട്രോൾഡ് ബൈ. ഇത് ഞാൻ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത കാര്യമാണ്. എയർ കംപ്രസർ ഫുൾ A to Z ഞാൻ എടുത്തിയാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എയർ കംപ്രസർ എല്ലാം എടുത്തിയാണ്. അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാൾവ്, ത്രോട്ടിൽ വാൾവ്, അതുപോലെ ബ്ലോ ഓഫ് വാൾവ്, ക്ലിയറൻസ് വാൾവ്, അതെല്ലാം ഉണ്ട്. സോ നമ്മൾ ഈ എല്ലാ കൺട്രോളിങ്ങും, ത്രോട്ടിൽ കൺട്രോളും ബ്ലോ ഓഫ് കൺട്രോളും ക്ലിയറൻസ് കൺട്രോളും, ഇതെല്ലാം നമ്മൾ എന്തിന് യൂസ് ചെയ്യുന്നുണ്ട്? ഒരു കംപ്രസർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി എല്ലാ കൺട്രോളിങ്ങും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഫൈൻ. സോ നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് കംപ്രസർ. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കംപ്രസർ പറഞ്ഞു കഴിഞ്ഞാൽ 3 ടൈപ്പാണ് പറഞ്ഞത്. എന്തൊക്കെയാണ്? ഒന്ന് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ്, മറ്റൊന്ന് എന്താ റോട്ടോ ഡൈനാമിക്, മറ്റൊന്ന് ആക്സിയൽ ഫ്ലോ. 3 ടൈപ്പുള്ള എന്തൊക്കെയാണ്? ഒന്ന് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ്, മറ്റൊന്നാണ് റോട്ടറി കംപ്രസർ എന്ന് പറയും. സെക്കൻഡ് കാറ്റഗറിയാണ് റോട്ടറി കംപ്രസർ അല്ലെങ്കിൽ റോട്ടോ ഡൈനാമിക് കംപ്രസർ, റോട്ടറി കംപ്രസർ എന്ന് പറഞ്ഞാൽ മതി. തേർഡ് വൺ ആക്സിയൽ ഫ്ലോ കംപ്രസർ. ഇതാണ് 3 കാറ്റഗറി: പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ്, റോട്ടറി കംപ്രസർ, ആക്സിയൽ ഫ്ലോ കംപ്രസർ. സോ നമ്മളിവിടെ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് കംപ്രസർ ഈസ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ റൂട്ട്സ് ബ്ലോവർ കംപ്രസർ, ആക്സിയൽ ഫ്ലോ കംപ്രസർ, വെയിൻ ബ്ലോവർ കംപ്രസർ, ബോത്ത് A and C. നോക്കുക, ഇവിടെ ആക്സിയൽ ഫ്ലോ കംപ്രസർ എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് കാറ്റഗറി ഓഫ് കംപ്രസറാണ്. ഓക്കെ, സോ ബാക്കിയിൽ എന്തൊക്കെയാണ്? റൂട്ട്സ് ബ്ലോവർ കംപ്രസറും വെയിൻ ബ്ലോവർ കംപ്രസറും. ഇത് രണ്ടുമാണ് നമ്മുടെ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് കംപ്രസർ എന്ന് പറഞ്ഞത്. സോ ആൻസർ എന്തോരും ബോത്ത് A and C ആണ് ആൻസർ. നെക്സ്റ്റ് നോക്കാം. ഇഫ് ദി ഫ്ലോ ഓഫ് എയർ through the compressor is perpendicular to its axis, then it is a. അതായത് നമ്മളൊരു കംപ്രസറിലെ കൂടി എയർ പാസ് ചെയ്യുമെന്ന് വിചാരിക്കാം. സോ കംപ്രസറിലെ കൂടി ഇതാണ് നമ്മൾ കംപ്രസർ വിചാരിക്കാം, ഇതാണ് കംപ്രസറിൻ്റെ ആക്സിസ് എന്ന് വിചാരിക്കാം. സോ നമ്മൾ കംപ്രസറിലെ കൂടി എയർ പാസ് ചെയ്യാം. ഇഫ് ദ ഫ്ലോ ഓഫ് എയർ ത്രൂ ദി കംപ്രസർ ഈസ് പെർപെൻഡിക്കുലർ ടു ആക്സിസ്. ഇതാണ് ആക്സിസ് എങ്കിൽ എയർ എങ്ങനെ കൊടുക്കും? ഈ രീതിയിലായിരിക്കും എയർ കൊടുക്കുക, അല്ലേ? അത് ആക്സിസിന് പെർപെൻഡിക്കുലറായിട്ടാണ് എയർ കൊടുക്കുന്നതെങ്കിൽ ആ കംപ്രസറിന് പറയുന്ന പേരാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മൾ പെർപെൻഡിക്കുലറായിട്ട് എയർ കൊടുക്കുകയാണെങ്കിൽ നമ്മളതിന് പറയുന്ന പേരാണ് സെൻട്രിഫ്യൂഗൽ കംപ്രസർ. അതുപോലെ നമ്മളിപ്പോൾ പാരലായിട്ടാണ് എയർ കൊടുക്കുന്നത്, ഇതാണ് ആക്സിസ് എന്ന് വിചാരിക്കാം. അതിന് ആക്സിസിന് പാരലായിട്ടാണ് എയർ കൊടുക്കുന്നതെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും? ആക്സിയൽ ഫ്ലോ കംപ്രസർ എന്ന് പറയും. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ് ആണ്. സോ ഓട്ടോമാറ്റിക്കലി ആൻസർ എന്ത് വരും? സെൻട്രിഫ്യൂഗൽ കംപ്രസർ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. സോ ഓപ്ഷൻ ഈസ് സി. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റെസിപ്രോക്കേറ്റിംഗ് എയർ കംപ്രസർ ഈസ് ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ. ഇതൊക്കെ ഓപ്ഷൻ: large quantity of air at high pressure, small quantity of air at high pressure, small quantity of air at low pressure, large quantity of air at low pressure. ഇതൊക്കെയാണ് നമ്മുടെ ഓപ്ഷൻ. ഓക്കെ, സോ നമുക്കിവിടെ നോക്കാം. നമുക്കിവിടെ എന്താണ് ആൻസർ വരുന്നത് നോക്കാം. നമ്മൾ റെസിപ്രോക്കേറ്റിംഗ് എയർ കംപ്രസർ നമ്മൾ മെയിനായിട്ട് 2 ടൈപ്പാണ് കൂടുതൽ ഓർത്ത് വെക്കേണ്ടത്. ഒന്ന് റെസിപ്രോക്കേറ്റിംഗ് ടൈപ്പും മറ്റൊന്ന് സെൻട്രിഫ്യൂഗൽ ടൈപ്പ്. സോ നമ്മൾ റെസിപ്രോക്കേറ്റിംഗ് പമ്പ് അതുപോലെ സെൻട്രിഫ്യൂഗൽ പമ്പ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇതും കംപ്രസറും. അതായത് റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ അവിടെ സപ്ലൈ ചെയ്യുന്ന എയർ നമുക്ക് പൊതുവെ കമ്പാരിറ്റീവ്ലി വളരെ കുറച്ച് എയർ മാത്രമേ നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റൂ. പക്ഷേ സപ്ലൈ ചെയ്യുന്ന എയർ എന്തായിരിക്കും? ഇപ്പോൾ ഹൈ പ്രഷറിലായിരിക്കും നമ്മൾ എയർ സപ്ലൈ ചെയ്യുന്നത്. അതായത് നമുക്ക് കൂടുതൽ ഹൈറ്റിലേക്ക്, ഇപ്പോൾ നമ്മളൊരു വലിയ ബിൽഡിംഗ് ഒക്കെ എടുക്കുക, വളരെ ഒരു 10 നിലയിലെ ബിൽഡിംഗ് ഒക്കെ എടുക്കുക. സോ അത്രയും ഹൈറ്റിലേക്ക് നമുക്ക് എയറിന് സപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ്? റെസിപ്രോക്കേറ്റിംഗ് എയർ കംപ്രസറാണ്. പക്ഷേ അവിടെ സപ്ലൈ ചെയ്യുന്ന എയറിൻ്റെ എമൗണ്ട് എന്തായിരിക്കും? എപ്പോഴും കുറവായിരിക്കും. പക്ഷേ അതേസമയം നമ്മൾ വീട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു നിലയിലെ വീട്, 2 നിലയിലെ വീടൊക്കെ ആണെങ്കിൽ
അവിടെ നമുക്ക് ചിലപ്പോൾ സപ്പോസ് കൂടുതൽ എയറിനെ സപ്ലൈ ചെയ്യണം എന്ന് വിചാരിക്കും. അവിടെ നമുക്ക് കൂടുതൽ എയറിനെ സപ്ലൈ ചെയ്യണം, പക്ഷേ നമുക്ക് അവിടെ കൂടുതൽ പ്രഷർ വേണ്ടി വരില്ല അല്ലേ, കാരണം 2 നിലയൊക്കെ ആണെങ്കിൽ അത്ര ഹൈ പ്രഷർ ഒന്നും വേണ്ടി വരില്ല. സോ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ കൂടുതൽ എയറിനെ നമുക്ക് അവിടെ സപ്ലൈ ചെയ്യാം, പക്ഷേ പ്രഷർ പൊതുവെ കുറവായിരിക്കും, അത്ര ഹൈ പ്രഷർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. സോ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സെൻട്രിഫ്യൂഗൽ കംപ്രസർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് തന്നെയാണ്. സോ ഇവിടെ എന്താ വരുന്ന ആൻസർ? റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ യൂസ് ചെയ്യുന്ന എവിടെയാണ്? സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് എയർ അറ്റ് ഹൈ പ്രഷർ. ഞാൻ അതിൻ്റെ എക്സാമ്പിളും പറഞ്ഞു. ഇപ്പോൾ മൾട്ടി സ്റ്റോറേഡ് ബിൽഡിംഗ്, ഇപ്പം വളരെ ഹൈ കുറേ ലെവൽസ് ഉള്ള കുറേ നിലകളൊക്കെ ഉള്ള ബിൽഡിങ്ങിലേക്ക് എയറിനെ സപ്ലൈ ചെയ്യണമെങ്കിൽ അതിന് യൂസ് ചെയ്യുന്നതാണ് റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ, വളരെ ഹൈറ്റിൽ എയർ സപ്ലൈ ചെയ്യാൻ. ഇനി അടുത്ത ഇതാണ് റോട്ടറി കംപ്രസർ അല്ലെങ്കിൽ സെൻട്രിഫ്യൂഗൽ കംപ്രസർ എന്ന് പറയാം. അത് യൂസ് ചെയ്യുന്ന എവിടെയാണ്? ലാർജ് ക്വാണ്ടിറ്റി ഓഫ് എയർ അറ്റ് ലോ പ്രഷർ. അതായത് വളരെ ഹൈ ക്വാണ്ടിറ്റി ഓഫ് എയർ നമുക്ക് സപ്ലൈ ചെയ്യാം, പക്ഷേ അത് ലോ പ്രഷറിൽ മാത്രമേ അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റൂ, അതായത് കൂടുതൽ ഹൈറ്റിലേക്ക് സപ്ലൈ ചെയ്യാൻ പറ്റില്ല. അവിടെ യൂസ് ചെയ്യുന്നതാണ് എന്ത്? റോട്ടറി കംപ്രസർ അഥവാ സെൻട്രിഫ്യൂഗൽ കംപ്രസർ എന്ന് പറയും. ഓക്കെ, ഇത് രണ്ടാണ് മെയിനായിട്ട് നോക്കി വെക്കേണ്ടത്. ഇനി അടുത്ത് നോക്കുക, ഇൻ്റർ കൂളിംഗ് ഇൻ എ മൾട്ടി സ്റ്റേജ് കംപ്രസർ ഈസ് ഡൺ. അതായത് നമ്മൾ കംപ്രസർ പറഞ്ഞ സമയത്ത് അവിടെ ഇൻ്റർ കൂളർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ പറഞ്ഞായിരുന്നു, ഒരു കൂളിംഗ് ഏജൻറ്റ് ആക്ട് ചെയ്യുന്നു പറഞ്ഞായിരുന്നു. അതായത് നമ്മുടെ കംപ്രസറിന് നമ്മൾ നേരെ എൻജിൻ്റെ ഇതാകുമ്പോൾ കംപ്രസർ എന്ന് ചോദിക്കാം, ഇതാണ് എൻജിൻ്റെ ഇൻടേക്ക് എന്ന് വിചാരിക്കും. സോ കംപ്രസറിന് എൻജിൻ്റെ ഇൻടേക്കിൻ്റെ ഇടയിലായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു ഇൻ്റർ കൂളർ ചില സമയത്ത് യൂസ് ചെയ്യും. എന്താണ്? ഇൻ്റർ കൂളർ യൂസ് ചെയ്യും. ഈ ഇൻ്റർ കൂളർ യൂസ് ചെയ്യുന്നതിൻ്റെ ഫംഗ്ഷൻ എന്താ വിചാരിച്ച് ഇത്രയേ ഉള്ളൂ. നമ്മളെ കംപ്രസറിന് വരുന്ന എയർ എപ്പോഴും ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചറിലാണ് ഉണ്ടാവുക. സോ ഈ ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചറിലുള്ള എയർ ഡയറക്റ്റ് നമ്മൾ ഇൻടേക്കിലേക്ക് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യും? അത് എൻജിൻ്റെ സിലിണ്ടറിനെ എഫക്റ്റ് ചെയ്യും, ഡാമേജ് ചെയ്യും. സോ നമ്മൾ എന്ത് ചെയ്യും? ഈ ഇൻടേക്ക് വരുന്ന എയറിനെ കൂള് ചെയ്തിട്ട് കുറച്ചുകൂടി തണുപ്പിച്ചിട്ട് മാത്രമേ ഇൻടേക്കിലേക്ക് കൊടുക്കൂ. സോ കൂള് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇൻ്റർ കൂളർ എന്ന് പറയുന്നത്. സോ ഇവിടെ ആൻസർ എന്താ? ടു കൂൾ ദി എയർ. ഓക്കെ, ടു കൂൾ ദി എയർ, അതൊരു ഓപ്ഷൻ, എയറിനെ കൂൾ ചെയ്യാം. പിന്നെ വേറൊരു കാര്യം ഇതാണ് ടു മിനിമൈസ് ദി വർക്ക് ഓഫ് കംപ്രഷൻ, അതും കറക്റ്റാണ്. അതായത് നമ്മൾ ഇൻ്റർ കൂളർ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കമ്പാരിറ്റീവിൽ എന്ത് ചെയ്യും? അതിൻ്റെ ടെമ്പറേച്ചർ കുറച്ച് തണുപ്പിക്കാൻ പറ്റുള്ളൂ. ടെമ്പറേച്ചർ തണുക്കുമ്പോൾ എന്ത് ചെയ്യും? ടെമ്പറേച്ചർ തണുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ടെമ്പറേച്ചർ തണുക്കുമ്പോൾ എന്ത് ചെയ്യും? ടെമ്പറേച്ചർ കുറയുമ്പോൾ കുറയാതെ തണുക്കുമ്പോൾ എന്ത് ചെയ്യും? പ്രഷറും ഓട്ടോമാറ്റിക്കലി ഡിക്രീസ് ചെയ്യും ആണല്ലോ. കാരണം പ്രഷറും ടെമ്പറേച്ചർ എപ്പോഴും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനാണ്. സോ ടെമ്പറേച്ചർ കുറയുമ്പോൾ തണുക്കുമ്പോൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി പ്രഷറും ഡിക്രീസ് ചെയ്യും. സോ പ്രഷർ ഡിക്രീസ് ചെയ്യുമ്പോൾ എന്താ ഗുണം? പ്രഷർ ഡിക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ ആ എയറിനെ ഇൻടേക്കിലേക്ക് കൊടുക്കുമ്പോൾ പ്രഷർ ഡിക്രീസ് ചെയ്തിട്ടാണ് എയറിനെ ഇൻടേക്കിലേക്ക് കൊടുക്കുന്നത് സംഭവിക്കും. നമുക്കവിടെ കംപ്രഷൻ വർക്ക് കൂടുതൽ വേണ്ടി വരില്ല, ആ എയറിനെ കംപ്രസ് ചെയ്യാൻ കൂടുതൽ വർക്ക് വേണ്ടി വരില്ല. സോ 2 ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൂൾ ദി എയർ അറ്റ് ഡെലിവറിങ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ടു മിനിമൈസ് ദി വർക്ക് ഓഫ് കംപ്രഷൻ കൊടുത്തിട്ടുണ്ട്. സോ മെയിൻ ഫംഗ്ഷൻ ഇതാണ്, നമ്മൾ കംപ്രഷൻ വർക്ക് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെ റെഡ്യൂസ് ചെയ്യുന്നത്? ടെമ്പറേച്ചർ കുറക്കുന്നു, അതിൻ്റെ കൂടെ തന്നെ പ്രഷറും ഡിക്രീസ് ചെയ്യുന്നു. പ്രഷർ ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അത്രയും കുറച്ച് വർക്ക് മാത്രം ചെയ്താൽ മതി ആ എയറിനെ എവിടുന്ന്? ഇൻ്റർ കൂളറിന്ന് എവിടത്തേക്ക് എത്തിക്കാൻ? ഇൻടേക്ക് മാനിഫോൾഡിലേക്ക് എത്തിക്കാൻ. സോ ഇതാണ് ആൻസർ ഡി. സോ നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റൻ ഇതാണ്, തിന്നർ ഈസ് ആഡഡ് ടു ദി പെയിൻറ്റ് ഇൻ ഓർഡർ ടു. നമ്മുടെ കോട്ടിങ്ങിൽ, സെറാമിക് കോട്ടിങ്ങിൽ വരുന്നൊരു ചെറിയ ക്വസ്റ്റൻ ആണ്. സോ ഇവിടെ എന്താ നോക്കുക, നമ്മൾ പെയിൻറ്റിലൊക്കെ പുതിയ തിന്നർ ആഡ് ചെയ്യും. എന്തിനാണ് തിന്നർ ആഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. സോ എന്തൊക്കെ ഓപ്ഷൻ? മേക്ക് പിഗ്മെൻറ്റ്സ് ആൻഡ് റെസിൻ മിക്സ് ഈസിലി, മേക്ക് പെയിൻറ്റ് ഫിലിം ഹാർഡ്, ഒപ്റ്റിമൈസ് ഇറ്റ്സ് വിസ്കോസിറ്റി, ദെൻ ഡി നൺ ഓഫ് ദീസ്. സോ നോക്കുക, നമ്മൾ നോർമലി പെയിൻറ്റിൽ തിന്നർ ആഡ് ചെയ്യും. എന്തിലാണ് പെയിൻറ്റിൽ തിന്നർ ആഡ് ചെയ്യുന്നത് വിചാരിച്ചാൽ, ഈ പെയിൻറ്റ് നമ്മൾ ഡയറക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ പെയിൻറ്റ് ഹൈലി വിസ്കോസ് ആയിരിക്കും, ചിലപ്പോൾ വിസ്കോസിറ്റി ഭയങ്കര കൂടുതലായിരിക്കും, ഭയങ്കര തിക്കായിട്ടായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. സോ നമ്മൾ അത്രയും തിക്കായാലും നമുക്ക് സ്മൂത്ത് ആയിട്ട് പെയിൻറ്റിങ് ചെയ്യാൻ പറ്റില്ല. സോ നമ്മളിതിൻ്റെ വിസ്കോസിറ്റി കുറച്ച് കുറക്കാന്ന് വെച്ചാൽ കറക്റ്റ് വിസ്കോസിറ്റിയിൽ അതിനെ നിർത്താൻ വേണ്ടി, അതിൻ്റെ വിസ്കോസിറ്റി ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ആ പെയിൻറ്റിലേക്ക് നമ്മൾ തിന്നേഴ്സ് ആഡ് ചെയ്യും. സോ ഇതിൻ്റെ ആൻസർ ഇതാണ്, ഒപ്റ്റിമൈസ് ഇറ്റ്സ് വിസ്കോസിറ്റി. സോ ആൻസർ എന്താണ്? ഒപ്റ്റിമൈസ് വിസ്കോസിറ്റി, ദാറ്റ് ഓപ്ഷൻ സി. ഇനി അടുത്ത് നോക്കാം. അടുത്തതാണ് which among the following is a function of air cleaner when the engine backfires? സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, വേറെ തരത്തിൽ ചോദിച്ചു. ഇത് എയർ ക്ലീനർ എന്താണ് ചെയ്യുന്നത്? എൻജിൻ ബാക്ക് ഫയർ ചെയ്യുമ്പോൾ എയർ ക്ലീനർ എന്താ ചെയ്യുന്നത്? എയർ ക്ലീനർ എന്താ ചെയ്യുന്നത്? അവിടെയുള്ള ഫ്ലെയിമിനെ അറസ്റ്റ് ചെയ്യുന്നു അല്ലേ. സോ എന്താണ് ചെയ്യുന്നത്? എയർ ക്ലീനർ അവിടെ ഫ്ലെയിം അറസ്റ്ററായിട്ട് ആക്ട് ചെയ്യുന്നു. ഏത് സമയത്ത്? എൻജിൻ്റെ ബാക്ക് ഫയറിൻ്റെ സമയത്ത്. സോ ഓപ്ഷൻ ഈസ് സി. നെക്സ്റ്റ് നോക്കാം. വെൻ an air cleaner gets clogged with dirt,
ഹൗ ആർ ദി എയർ ഫ്ലോ, എൻജിൻ പെർഫോമൻസ് ആൻഡ് ഫ്യൂവൽ കൺസംഷൻ റെസ്പെക്റ്റീവ്ലി. സോ നോക്കുക, നമ്മളൊരു എയർ ക്ലീനർ, നമുക്കറിയാം എയർ ക്ലീനർ എപ്പോഴും എങ്ങനെയാണ്, ഇങ്ങനെ ഉണ്ടാവില്ല, ഒരു നെറ്റ് പോലെ ഉണ്ടാവും, വയർ മെഷ് പോലെ ഉണ്ടാവുക. സോ നമ്മൾ എയർ ക്ലീനറിൽ കൂടെ എന്ത് ചെയ്യും, എയർ പാസ് ചെയ്യും, എയർ എന്ത് ചെയ്യും, ക്ലീൻ ചെയ്ത് ആ ക്ലീൻ ആയിട്ടുള്ള എയർ എന്ത് ചെയ്യും, എയർ ക്ലീനറിൽ കൂടി പുറത്തേക്ക് വരും. സോ ഇവിടെ ചോദിച്ചിരുന്നത് ഇതാണ്, എയർ ക്ലീനേഴ്സ് ക്ലോഗ്ഡ് വിത്ത് ഡേർട്ട്. എയർ ക്ലീനറിൽ മൊത്തം നമ്മൾ ഡേർട്ട് പാർട്ടിക്കിൾസ് മൊത്തം എയർ ക്ലീനറിൽ ബ്ലോക്കായി കിടക്കുന്ന വരും. അന്നേരം എന്ത് ചെയ്യും, എയർ ക്ലീനറിൽ കറക്റ്റ് ഫുള്ളായിട്ട് ഡേർട്ട് പാർട്ടിക്കിൾസ് ബ്ലോക്കായി കിടക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, ഈ എയർ കറക്റ്റായിട്ട് ഈ ഹോൾസിലെ കൂടി പുറത്തേക്ക് വരില്ല. അതായത് അവിടെ എയറിൻ്റെ ഫ്ലോനെ ഒരു റെസ്ട്രിക്ഷൻ കോസ് ചെയ്യും. സോ എയറിൻ്റെ ഫ്ലോനെ റെസ്ട്രിക്ഷൻ കോസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇനീഷ്യലി ഇത്രയും എമൗണ്ട് ഓഫ് എയർ പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഫൈനൽ എന്തായിരിക്കും, ഫൈനൽ ആ അത്ര എയർ വന്ന സ്ഥിതിക്ക് സ്ഥലത്ത് ഈ ഇത്രയും എമൗണ്ട് ഓഫ് എയറേ വരുന്നുണ്ടാവും. സോ ഓട്ടോമാറ്റിക്കലി എന്താ സംഭവിക്കുന്നത്, അവിടെ എയർ ഫ്ലോ ഡിക്രീസ് ചെയ്യും. സോ ഓപ്ഷൻ നോക്കിയേ, എയർ ഫ്ലോ ഡിക്രീസ് ആയി, ഈ ഓപ്ഷനുള്ള എയർ ഫ്ലോ ഡിക്രീസസ്. എൻജിൻ പെർഫോമൻസ് എന്ത് ചെയ്യും, എയർ ഫ്ലോ ഡിക്രീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എൻജിൻ പെർഫോമൻസിന് എഫക്റ്റ് ചെയ്യും. സോ എൻജിൻ പെർഫോമൻസ് ബാഡ് ആവാൻ തുടങ്ങും. പിന്നെ ഫ്യൂവൽ കൺസപ്ഷൻ എന്ത് ചെയ്യും, കൂടുതലാവും. കാരണം കുറേ ഫ്യൂവൽ എടുക്കും, കാരണം ആവശ്യത്തിന് എയർ ഇല്ല. സോ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ബേണിംഗ് നടക്കണം, കൂടുതൽ ഫ്യൂവൽ എടുക്കേണ്ടി വരും, ചിലപ്പം കൂടുതൽ ഫ്യൂവൽ എടുക്കും. സോ ഓപ്ഷൻ എന്താണ്, ആൻസർ സി ആണ് വരിക. ഇനി നെക്സ്റ്റ് നോക്കാം, വിച്ച് മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ആസ് എ ക്ലീനിങ് എലമെൻറ്റ് ഇൻ എ ലൈറ്റ് ഡ്യൂട്ടി ടൈപ്പ് എയർ ക്ലീനർ. അതായത് നമ്മൾ എയർ ക്ലീനറിന് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ടാവും, നമ്മൾ യൂസ് ചെയ്യുന്ന വെഹിക്കിൾസിൻ്റെ ടൈപ്പ് വെച്ച്. അതായത് ചില കേസുകളിൽ നമ്മൾ കൂടുതൽ എയർ യൂസ് ചെയ്യുന്ന കേസസ് ഉണ്ടാവും. അതായത് ഇപ്പം കൂടുതൽ പവറൊക്കെ കൺസ്യൂം ചെയ്യുമ്പോൾ കൂടുതൽ എയർ ഫ്യൂവൽ റേഷ്യോ യൂസ് ചെയ്യേണ്ടി വരും. സോ അവിടെ ചിലപ്പോൾ നമ്മൾ കൂടുതൽ എയർ യൂസ് ചെയ്യേണ്ട ആവശ്യം വരും. സോ കൂടുതൽ എയർ യൂസ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്നതാണ് ഹെവി ഡ്യൂട്ടി എയർ ക്ലീനർ എന്ന് പറയും. കൂടുതൽ എയർ ആവശ്യമനുസരിച്ച് യൂസ് ചെയ്യുന്നതാണ് ഹെവി ഡ്യൂട്ടി എയർ ക്ലീനർ. ഇനി നോർമൽ വർക്കിംഗ്, സ്മൂത്ത് റണ്ണിങ് ആണ് വെഹിക്കിൾ, വളരെ കുറച്ച് എയർ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, നോർമൽ വർക്കിംഗ് ആണ് വണ്ടിയെങ്കിൽ എന്ത് പറയും, അതിന് ലൈറ്റ് ഡ്യൂട്ടി ടൈപ്പ് എയർ ക്ലീനർ എന്ന് പറയും. ഇനി അവിടെ ലൈറ്റ് ഡ്യൂട്ടി ടൈപ്പ് എയർ ക്ലീനറിൽ ക്ലീനിങ് എലമെൻ്റായി, അതായത് ഈ ലൈറ്റ് ഡ്യൂട്ടി ടൈപ്പ് എയർ ക്ലീനറിൽ ക്ലീനിങ് എലമെൻ്റ് ആയി എന്ന് വെച്ചാൽ ക്ലീനിങ് ഏജൻ്റായിട്ട്, ഡസ്റ്റിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഏജൻ്റായിട്ട് ആക്ട് ചെയ്യുന്ന ആരാണ്, സെല്ലുലോസ് ആണ് അവിടെ ആക്ട് ചെയ്യുന്നത്. ക്ലീനിങ് എലമെൻ്റായിട്ട് ആക്ട് ചെയ്യുന്ന സെല്ലുലോസ് ആണ്. അതെന്ത് ചെയ്യും, ഈ എയർ ക്ലീനറിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യും, സെല്ലുലോസ് ആണ് ആക്ട് ചെയ്യുന്നത്. ഇനി അടുത്ത് നോക്കാം, അടുത്ത ക്വസ്റ്റൻ ഇതായിട്ട് റിലേറ്റഡ് ആണ്. വിച്ച് എമംഗ് ദി ഫോളോയിങ് ഈസ് യൂസ്ഡ് ടു മെഷ് വിത്ത് ദി ക്ലീനിങ് മെറ്റീരിയൽ ഇൻ എ ലൈറ്റ് ഡ്യൂട്ടി ടൈപ്പ് ഓഫ് എയർ ഫിൽട്ടർ. അതായത് നമ്മൾ താഴെ പറഞ്ഞത് ഏതാണ് യൂസ്ഡ് ടു മെഷ് വിത്ത് ദി ക്ലീനിങ് മെറ്റീരിയൽ ഇൻ എ ലൈറ്റ് ഡ്യൂട്ടി ടൈപ്പ് എയർ ക്ലീനർ. അതായത് നമ്മൾ എയർ ക്ലീനറിൽ നമ്മൾ ക്ലീനിങ് മെറ്റീരിയൽ പറഞ്ഞു സെല്ലുലോസ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. സോ ഈ സെല്ലുലോസ് ഏതിൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ എയറിലുള്ള ഡേർട്ടി പാർട്ടിക്കിൾസിനെ സെപ്പറേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചിരിക്കുന്നു. സോ സെല്ലുലോസ് എവിടെ ഉണ്ടാവുമെന്ന് വെച്ചാൽ ഈ സെല്ലുലോസും ഇവിടെ ഒരു വയർ മെഷും ഉണ്ടാവും, നമ്മളെ ക്ലീനിങ് മെഷ്, വയർ മെഷ് അല്ലെങ്കിൽ മെഷ് സ്ക്രീൻ എന്നാണ് അതിന് പറയാം. സോ സെല്ലുലോസും വയർ മെഷ് അഥവാ മെഷ് സ്ക്രീനും കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ എയറിലുള്ള ഡേർട്ട് പാർട്ടിക്കിൾസിനെ എല്ലാം സെപ്പറേറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ എന്താ യൂസ് ചെയ്യുന്നത്, മെഷ് സ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. മെഷ് സ്ക്രീനും പിന്നെ അതിൻ്റെ കൂടെ എന്ത് യൂസ് ചെയ്യുന്നു, സെല്ലുലോസും യൂസ് ചെയ്യുന്നു. ഇത് രണ്ടും കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, എയർ പാർട്ടിക്കിൾസിലെ ഡേർട്ട് പാർട്ടിക്കിൾസിനെ, എയറിലുള്ള ഡേർട്ട് പാർട്ടിക്കിൾസിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഫൈൻ. സോ മെഷ് സ്ക്രീനാണ് ആൻസർ. ഇനി അടുത്ത് നോക്കാം, ഇൻ സൂപ്പർ ചാർജിങ് pressure increases the tendency to detonate and pre-ignite. ഓക്കെ, നമുക്കിവിടെ ജസ്റ്റ് ക്വസ്റ്റൻ ഒന്ന് ക്ലിയർ ആക്കാം. ക്വസ്റ്റൻ ഇതാണ് ഉദ്ദേശിക്കുന്നത്. കറക്റ്റായി പറയണമെങ്കിൽ ഇവിടെ ഇനീഷ്യലി സ്റ്റാർട്ടിങ്ങിൽ ഞാനൊരു ഡാഷ് കൊടുക്കുകയാണ്. സോ എന്താ ക്വസ്റ്റൻ ഇതാണ്, ഡാഷ് ഇൻ സൂപ്പർ ചാർജിങ് പ്രഷർ increases the tendency to detonate and pre-ignite. അതായത് നമ്മൾ സൂപ്പർ ചാർജിങ് പ്രഷർ എന്ത് ചെയ്യുകയാണെങ്കിൽ അവിടെ ഡിറ്റോണേഷനും പ്രീ ഇഗ്നീഷനും നടക്കാനുള്ള ചാൻസ് കൂടുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മൾ സൂപ്പർ ചാർജിങ് പ്രഷർ കുറക്കുകയാണെങ്കിലാണോ, സൂപ്പർ ചാർജിങ് പ്രഷർ കൂട്ടുകയാണെങ്കിലാണോ, അതോ സൂപ്പർ ചാർജിങ് പ്രഷർ എന്ത് ചെയ്താലും നമുക്ക് പറയാൻ പറ്റില്ല എന്നാണോ, അതോ നൺ ഓഫ് ദി മെൻഷൻഡ് ആണോ എന്ന് ആലോചിച്ച് നോക്കുക. എന്തായിരിക്കും ആൻസർ? നമ്മൾ സൂപ്പർ ചാർജിങ് പ്രഷർ കൂട്ടുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, ഡിറ്റോണേഷനും അതുപോലെ പ്രീ ഇഗ്നീഷനൊക്കെ തുടങ്ങുക അല്ലേ. കാരണം സൂപ്പർ ചാർജിങ് പ്രഷർ കൂട്ടുമ്പോൾ എന്ത് ചെയ്യും, സൂപ്പർ ചാർജിങ് പ്രഷർ കൂട്ടുമ്പോൾ ഹൈ പ്രഷറിലാണ് എയർ ഉള്ളോട്ട് വരിക.
സോ പ്രഷർ കൂടുമ്പോൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ടെമ്പറേച്ചറും കൂടും. കാരണം പ്രഷറും ടെമ്പറേച്ചർ എപ്പോഴും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനാണ്. സോ പ്രഷർ കൂടുമ്പോൾ ടെമ്പറേച്ചർ കൂടും. ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് ചെയ്യും, പെട്ടെന്ന് കമ്പസ്റ്റൻ നടക്കും. അതായത് ഡിറ്റോണേഷൻ എന്ന് വെച്ചാൽ എന്താ നമ്മൾ ഉദ്ദേശിച്ചത്, അബ്നോർമൽ കമ്പസ്റ്റൻ ഓർ വയലൻ്റ് കമ്പസ്റ്റനെയാണ് നമ്മൾ ഡിറ്റോണേഷൻ എന്ന് പറയുന്നത്. അതായത് പ്രീ ഇഗ്നീഷൻ എന്ന് വെച്ചാൽ എന്താ, നോർമലി ഇഗ്നീഷൻ ചെയ്യുന്നതിന് മുന്നേ ഇഗ്നീഷൻ നടക്കും, അതിനാണ് പ്രീ ഇഗ്നീഷൻ എന്ന് പറയുന്നത്. സോ ഇത് രണ്ടും എന്ത് ചെയ്യും, നമ്മുടെ സൂപ്പർ ചാർജിങ് പ്രഷർ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ രണ്ടും ഇൻക്രീസ് ചെയ്യാൻ കാരണം. സോ ആൻസർ എന്താ, ഇൻക്രീസ് ഇൻ സൂപ്പർ ചാർജിങ് പ്രഷർ. സോ ആൻസർ ഈസ് സി. ഇനി അടുത്ത് നോക്കാം, വാട്ട് ഈസ് ദി പർപ്പസ് ഓഫ് സൂപ്പർ ചാർജർ? നമ്മളൊരു സൂപ്പർ ചാർജർ ഒരു വെഹിക്കിൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പർപ്പസ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. അതിൽ എന്തൊക്കെയായിരിക്കും ഓപ്ഷൻ എന്ന് പറയാൻ, ടു ഇൻക്രീസ് ദ പ്രഷർ, പിന്നെന്താ ടു ഇൻക്രീസ് ദ ഗിയർ റേഷ്യോ, അല്ലെ ടു ഇൻക്രീസ് ദ പ്രഷർ, ടു ഇൻക്രീസ് ദ ഗിയർ റേഷ്യോ, ടു ഇൻക്രീസ് ദ സ്പീഡ് ഓഫ് എൻജിൻ, ടു ഇൻക്രീസ് ദ കൂളിംഗ് റേറ്റ്. എന്തായിരിക്കും ആൻസർ? നമ്മളൊരു സൂപ്പർ ചാർജർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സൂപ്പർ ചാർജർ എന്താ ചെയ്യുക, ഇൻലെറ്റിൽ വരുന്ന പ്രഷർ, അല്ലേ, ഇൻലെറ്റിൽ വരുന്ന പ്രഷർ ഇൻക്രീസ് ചെയ്യും. സോ പ്രഷർ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് സൂപ്പർ ചാർജർ. ഓക്കെ, സോ ഇൻക്രീസ് ദ പ്രഷർ. ഇനി നെക്സ്റ്റ് നോക്കാം, വെൻ ദി സൂപ്പർ ചാർജർ ഡ്രോസ് പവർ from engine exhaust gases with the help of gas turbine, what is the supercharger called? സിമ്പിൾ അല്ലേ? കാരണം എന്താ, ഒരു സൂപ്പർ ചാർജർ വർക്ക് ചെയ്യുന്ന എങ്ങനെ, എൻജിൻ്റെ എക്സോസ്റ്റ് ഗ്യാസസ് വെച്ചിട്ടാണ് സൂപ്പർ ചാർജർ വർക്ക് ചെയ്യുന്നത്. അതായത് എൻജിൻ്റെ എക്സോസ്റ്റ് വെച്ച് ഒരു ഗ്യാസ് ടർബൈൻ്റെ ഹെൽപ്പോട് കൂടിയാണ് ഒരു സൂപ്പർ ചാർജർ വർക്ക് ചെയ്യുന്നതെങ്കിൽ ആ സൂപ്പർ ചാർജർ നമ്മൾ എന്ത് പറയുന്നത് ചോദിച്ചിരിക്കുന്നത്. എന്താണ്, ഡയറക്റ്റ് അല്ലേ? കാരണം എന്താണ് ആൻസർ, ടർബോ ചാർജർ. ടർബോ ചാർജർ നമ്മൾ പറഞ്ഞതാണ് എന്താണ്, എൻജിൻ എക്സോസ്റ്റിലെ ഗ്യാസ് വെച്ചിട്ടാണ് അവിടെ ടർബൈൻ വർക്ക് ചെയ്യുക. ടർബൈൻ വർക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, കംപ്രസർ വർക്ക് ചെയ്യും. സോ ആൻസർ എന്താ, ടർബോ ചാർജർ. നെക്സ്റ്റ് നോക്കാം, നെക്സ്റ്റ് എന്താ, വിച്ച് ടൈപ്പ് ഓഫ് സൂപ്പർ ചാർജർ ഈസ് യൂസ്ഡ് അറ്റ് ലോ സ്പീഡ്സ്? അതായത് ലോ സ്പീഡ്സിൽ യൂസ് ചെയ്യുന്ന സൂപ്പർ ചാർജർ ഏതായിരിക്കും? നമ്മളെ കംപ്രസറിൻ്റെ സെയിം ടൈപ്പ് തന്നെയാണ് ഇതും സൂപ്പർ ചാർജറും വരിക. അതായത് ലോ സ്പീഡ്സിൽ യൂസ് ചെയ്യുന്നത് ഏതായിരിക്കും? ഡയറക്റ്റാണ്, സെൻട്രിഫ്യൂഗൽ ടൈപ്പാണ്. അത് ഹൈ സ്പീഡ്സിൽ യൂസ് ചെയ്യുന്നതാണ് നമ്മളെ ബാക്കിയുള്ള സൂപ്പർ ചാർജ് കൂടുതലും ഹൈ സ്പീഡ്സിലാണ് യൂസ് ചെയ്യുക. ബാക്കി റോഡ്സൊക്കെ നോക്കുകയാണെങ്കിൽ റോഡ്സ്, വെയിൻ, അതൊക്കെ പൊതുവെ കുറച്ചും ഹൈ സ്പീഡിലാണ് യൂസ് ചെയ്യുക. ട്വിൻ സ്ക്രൂ ഇതൊക്കെ ഹൈ സ്പീഡിലാണ് യൂസ് ചെയ്യുക. ഇതൊക്കെ എന്താ, പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈപ്പാണ് അല്ലേ. ഇനി സെൻട്രിഫ്യൂഗൽ ടൈപ്പ് സൂപ്പർ ചാർജറാണ് നമ്മൾ പൊതുവെ ലോ സ്പീഡ്സിൽ യൂസ് ചെയ്യുന്നത്. സോ ആൻസർ എന്താ ഇവിടെ, സെൻട്രിഫ്യൂഗൽ ടൈപ്പ് സൂപ്പർ ചാർജർ. ഇനി അടുത്ത് നോക്കാം, വാട്ട് ഈസ് യൂസ്ഡ് ടു റൺ ദ സൂപ്പർ ചാർജിങ് എയർ കംപ്രസർ? നമ്മൾ സൂപ്പർ ചാർജിൻ്റെ എയർ കംപ്രസർ എങ്ങനെ വർക്ക് ചെയ്യുന്നത് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ്, എൻജിൻ്റെ പവർ വെച്ചിട്ട്. ബാക്കി ടർബോ ചാർജറിൽ മാത്രമേ നമ്മൾ എക്സോസ്റ്റ് ഗ്യാസ് ടർബൈൻ യൂസ് ചെയ്യുന്നുള്ളൂ കംപ്രസർ വർക്ക് ചെയ്യാൻ. ബാക്കി സൂപ്പർ ചാർജർ മാത്രമേ യൂസ് ചെയ്യുന്നില്ല. നമ്മൾ എന്ത് ചെയ്യുക, എൻജിൻ്റെ പവർ യൂസ് ചെയ്തിട്ടാണ് ഈ കംപ്രസർ വർക്ക് ചെയ്യുക. സോ എന്താണ് ആൻസർ, എൻജിൻ. നെക്സ്റ്റ് എന്താ, നെക്സ്റ്റ് നോക്കാം, വൈ ഈസ് ദർ എ നീഡ് ഫോർ ചാർജ് കൂളിംഗ്? എന്താണ്, വൈ ഈസ് ദർ എ നീഡ് ഫോർ ചാർജ് കൂളിംഗ്? അതായത് നമ്മൾ ചാർജ് കൂൾ ചെയ്യും അല്ലെ. ചാർജിങ് ഉദ്ദേശിക്കുന്നത് എന്താ, ഈ ഫ്യൂവൽ, നമ്മുടെ എഞ്ചിനിൽ യൂസ് ചെയ്യുന്ന ഫ്യൂവൽ, അതിനെ നമ്മൾ ചാർജ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഈ ചാർജ് നമ്മൾ പൊതുവെ ഒരു ഇൻ്റർ കൂളറിൽ കൂടി പാസ് ചെയ്യും അല്ലേ. ഇൻ്റർ കൂളറിൽ വെച്ച് ക്രമേണ അത് എന്ത് ചെയ്യും, കുറച്ചൊന്ന് കൂൾ ചെയ്യപ്പെടും. എന്തിനാണ് ഈ കൂൾ ചെയ്യുന്നത്, ഇൻ്റർ കൂളറിൽ കൂടെ എന്തിനാണ് ഈ ചാർജിനെ പാസ് ചെയ്യുന്നതെന്ന ക്വസ്റ്റ്യൻ. എന്തൊക്കെ ഓപ്ഷൻ, ടു ഇൻക്രീസ് ദ എൻജിൻ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ, to reduce the engine operating temperature, to decrease the density of air, to increase the exhaust temperature. സോ നോക്കുക, നമ്മളിവിടെ ഈ ചാർജ് ഡയറക്റ്റായിട്ട് എൻജിനിലേക്ക് കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ എൻജിൻ പെട്ടെന്ന് നന്നായിട്ട് കയറി ചൂടാവും. സോ നോക്കുക, നമ്മൾ എൻജിൻ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും അറിയാം, നമുക്ക് എൻജിൻ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്താ, അതിനുള്ള കമ്പസ്റ്റൻ നടക്കും. സോ കമ്പസ്റ്റൻ നടക്കുമ്പോൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി എൻജിൻ്റെ ഉള്ളിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും അല്ലേ. കമ്പസ്റ്റൻ നടക്കും, കമ്പസ്റ്റൻ നടക്കുമ്പോൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി എൻജിൻ്റെ ഉള്ളിൽ ടെമ്പറേച്ചർ കൂടും. ഇനി നമ്മൾ ഈ ചാർജ് ഡയറക്റ്റ്, ചിലപ്പോൾ കംപ്രസർ എന്നുള്ള ചാർജ് ഡയറക്റ്റായിട്ടാണ് നമ്മൾ എൻജിനുള്ളിൽ കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യും, പെട്ടെന്ന് സഡൻ ആയിട്ട് എന്ത് ചെയ്യും, എൻജിൻ്റെ ടെമ്പറേച്ചർ കൂടും. ആ എൻജിൻ്റെ പർട്ടിക്കുലർ കമ്പസ്റ്റൻ ടെമ്പറേച്ചർ എത്തുന്നതിന് മുന്നേ എന്തായിരിക്കും, ബേണിങ് നടക്കും.
സോ അതൊരിക്കലും എന്തായിരിക്കില്ല, ഈ എൻജിന് നല്ലതായിരിക്കില്ല, അത് എൻജിന് മോശമാണ് എപ്പോഴും, അത് എൻജിന് കേടുപാട് സംഭവിക്കും. സോ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ എൻജിൻ്റെ സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യും, സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യും, ഈ കംപ്രസറിൽ നിന്ന് വരുന്ന ചാർജ് ഇല്ലെങ്കിൽ കംപ്രസറിൽ കൂടെ വരുന്ന ചാർജ് ആണെങ്കിൽ അല്ലെങ്കിൽ എവിടെ വരുന്ന ചാർജ് ആണെങ്കിലും ഈ സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുന്നതിന് ചിലപ്പോൾ എന്ത് ചെയ്യും, ചെറിയ രീതിയിൽ ഒന്ന് കൂൾ ചെയ്യും, അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും വെച്ച് കൂൾ ചെയ്യും. സോ കൂൾ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഈ ചാർജിൻ്റെ ടെമ്പറേച്ചർ കുറച്ചൊന്ന് ഡിക്രീസ് ചെയ്യും, ചാർജിൻ്റെ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യും. സോ ചാർജിൻ്റെ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുന്ന ഉടനെ എന്താ ഗുണം, നമുക്ക് ആ ചാർജ് എൻജിൻ്റെ ഇൻടേക്കിലേക്ക് കൊടുക്കാം. പിന്നെ എന്ത് ചെയ്യാം, അവിടെ എൻജിൻ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എൻജിൻ കൂടുതൽ ഹൈ ടെമ്പറേച്ചറിൽ എൻജിൻ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ അവിടെ നമുക്ക് പ്രോപ്പറായിട്ട് കമ്പസ്റ്റൻ നടത്താൻ പറ്റും. അതായത് ഇവിടെ ചാർജ് ഇപ്പം കൂടുതൽ ടെമ്പറേച്ചറിലല്ല ഉള്ളത്, ചാർജ് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലാണ് ഉള്ളത്. സോ ചാർജ് ബേൺ ചെയ്ത ശേഷം മാത്രമേ എന്ത് സംഭവിക്കൂ, എൻജിൻ്റെ ഉള്ളിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. സോ അതാണ് ഇവിടെ മെയിൻ യൂസ്, ടു ഇൻക്രീസ് ദ എൻജിൻ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ. നമുക്ക് കൂടുതൽ ഹൈ ടെമ്പറേച്ചറിൽ നമുക്ക് എൻജിൻ ഓപ്പറേറ്റ് ചെയ്യാം. സോ ഹൈ ടെമ്പറേച്ചർ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, പ്രോപ്പറായിട്ട് എന്ത് ചെയ്യും, അവിടെ കമ്പസ്റ്റൻ നടക്കും, ബേണിങ് നടക്കും, മാക്സിമം എഫിഷ്യൻ്റ് ആയിട്ട് എൻജിൻ വർക്ക് ചെയ്യും. സോ ഇവിടെ ആൻസർ എന്താ, ഓപ്ഷൻ എ ആണ് വരിക, ടു ഇൻക്രീസ് ദ എൻജിൻ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ. നെക്സ്റ്റ് നോക്കാം, വാട്ട് പ്രഷർ ഡസ് ആൻ എക്സോസ്റ്റ് ഗ്യാസസ് ഹാവ്. ഇതാണ് വാട്ട് പ്രഷർ ഡസ് ആൻ എക്സോസ്റ്റ് ഗ്യാസസ് ഹാവ്. അതായത് നമ്മുടെ എക്സോസ്റ്റ് ഗ്യാസസിൽ യൂസ് ചെയ്യുന്ന പ്രഷർ ഏത് ടൈപ്പാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അത് എക്സോസ്റ്റ് ഗ്യാസസ് നമ്മൾ ഏത് ടൈപ്പ് പ്രഷറാണ് പൊതുവെ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ നോക്കുക, നമ്മൾ എക്സോസ്റ്റ് ഗ്യാസിൽ എന്തൊക്കെ പ്രഷർ വരാം, മീഡിയം ലെവൽ പ്രഷറാണ് ഓരോ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്, നോ പ്രഷർ, ലോ പ്രഷർ, ഹൈ പ്രഷർ. എന്തായിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമുക്ക് എപ്പോഴും അറിയാം എക്സോസ്റ്റ് ഗ്യാസസിൽ വരുന്ന ഗ്യാസസിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്ന ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ പൊതുവെ വളരെ ഹൈ ആണ്. ഹൈ ടെമ്പറേച്ചറിലുള്ള ഗ്യാസാണ് എക്സോസ്റ്റ് ഗ്യാസിലൂടെ പൊതുവെ പുറത്തേക്ക് വരുന്നത്. സോ ടെമ്പറേച്ചർ ഹൈ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രഷർ എന്തായിരിക്കും, ആ ഗ്യാസസിൻ്റെ വളരെ ഹൈ ആയിരിക്കും. സോ എന്തായിരിക്കും ആൻസർ, ഹൈ പ്രഷറിലുള്ള ഗ്യാസസ് ആയിരിക്കും ഇതിലെ കൂടി എക്സോസ്റ്റ് വാൾവിലെ കൂടി പുറത്തേക്ക് വരുന്നത്. സോ ആൻസർ ഹൈ പ്രഷർ. നെക്സ്റ്റ് നോക്കാം, ടു വിച്ച് പാർട്ട് എ ടെയിൽ പൈപ്പ് carries the exhaust gas to the rear side near wheels. അതായത് നമ്മളൊരു ടെയിൽ പൈപ്പ് എന്ന് വെച്ച് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ എക്സോസ്റ്റ് നമ്മുടെ സിലിണ്ടർ വരയ്ക്കുകയാണെങ്കിൽ ഇത് നമ്മൾ ഇൻടേക്ക് മാനിഫോൾഡ്, ഇത് ഇൻടേക്ക്, അതുപോലെ ഇതെന്താ എക്സോസ്റ്റ് മാനിഫോൾഡ് അല്ലേ. സോ എക്സോസ്റ്റ് മാനിഫോൾഡിൽ നിന്ന് വരുന്ന ഗ്യാസസ് ഫസ്റ്റ് എങ്ങോട്ട് പോകും, എക്സോസ്റ്റ് വാൾവിൽ നിന്ന് നേരെ എക്സോസ്റ്റ് മാനിഫോൾഡിലേക്ക് പോകും അല്ലേ. എക്സോസ്റ്റ് മാനിഫോൾഡിൽ നിന്ന് പിന്നെ നമ്മളൊരു ലെങ്തി ആയിട്ടൊരു പൈപ്പ് കൊടുക്കും. ഈ പൈപ്പിലെ കൂടി പാസ് ചെയ്തിട്ടാണ് ഫൈനലി പുറത്തേക്ക് ഔട്ട്പുട്ടിലേക്ക് നമ്മളെ ഗ്യാസസ് വരിക. സോ ഈ ലെങ്തിയെ കൊടുക്കുന്ന ഈ പൈപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടെയിൽ പൈപ്പ് എന്ന് പറയുന്നത്. സോ ക്വസ്റ്റ്യൻ ഇതാണ്, ടു വിച്ച് പാർട്ട് എ ടെയിൽ പൈപ്പ് ക്യാരീസ് ദ എക്സോസ്റ്റ് ഗ്യാസ് ടു ദി റയർ സൈഡ് നിയർ വീൽസ്. എവിടത്തേക്കായിരിക്കും, മഫ്ലറിലേക്കായിരിക്കും. കാരണം എന്താ, ഈ എക്സോസ്റ്റ് ഗ്യാസസ് ഈ എക്സോസ്റ്റ് പോർട്ടിൽ നിന്ന് എക്സോസ്റ്റ് വാൾവിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഗ്യാസസ്, അതായത് എക്സോസ്റ്റ് വാൾവിൽ നിന്ന് നേരെ പുറത്തേക്ക് വന്ന് മാനിഫോൾഡിലെ കൂടി പാസ് ചെയ്ത് ടെയിൽ പൈപ്പിലെ കൂടി വരുന്ന ഗ്യാസസ്. അങ്ങനെ ടെയിൽ പൈപ്പിലെ കൂടി വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഈ ഗ്യാസ് എക്സ്പാൻഡ് ആകും, ഗ്യാസിൻ്റെ പ്രഷർ ക്രമേണ കുറയാൻ തുടങ്ങും. സോ ഗ്യാസിൻ്റെ പ്രഷർ കുറയുമ്പോൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യും അല്ലേ. സോ ഈ ടെയിൽ പൈപ്പിലെ കൂടി പോകുമ്പോൾ ഫസ്റ്റ് സംഭവം ഇതാണ്, ഈ ഗ്യാസിൻ്റെ ഹൈ പ്രഷർ ഗ്യാസിൻ്റെ പ്രഷർ കുറയും, അതുപോലെ ടെമ്പറേച്ചറും കുറയും. പിന്നെ ഒന്നുള്ളത്, ഈ ഔട്ട്പുട്ടിലേക്ക് വരുന്ന ഗ്യാസിൻ്റെ കൂടുതൽ സൗണ്ട് ഇല്ലാതെ പുറത്തേക്ക് വരണം. അതിനുവേണ്ടി എന്ത് ചെയ്യും, ഈ ടെയിൽ പൈപ്പിൻ്റെ എൻഡിലായിട്ട് നമ്മളൊരു മഫ്ലർ അല്ലെങ്കിൽ സൈലൻസർ ഫിറ്റ് ചെയ്യും. സോ എക്സോസ്റ്റ് ഗ്യാസസ് ടെയിൽ പൈപ്പ് നേരെ എങ്ങോട്ടാണ് പോവുക, മഫ്ലർ ഓർ സൈലൻസിലേക്കാണ് പോവുക. ഈ മഫ്ലറിൽ വെച്ച് എന്ത് ചെയ്യും, ഈ എക്സോസ്റ്റ് ഗ്യാസിൻ്റെ സൗണ്ട് നോയ്സ് റെഡ്യൂസ് ചെയ്യും. സോ ആൻസർ എന്താണ്, ഡി ആണ് ആൻസർ. നെക്സ്റ്റ് നോക്കാം, വിച്ച് ഈസ് ദ മേജർ ഡ്രോബാക്ക് ഓഫ് ദി ബാഫിൾ ടൈപ്പ് ഓഫ് മഫ്ലർ. ഇത് കാര്യമായിട്ട് പറയേണ്ട ആവശ്യമില്ല, നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ കുറച്ച് മുന്നേ ഒരു പോയിന്റ് പറഞ്ഞതേ ഉള്ളൂ. അതായത് ബാഫിൾ ടൈപ്പ് ഓഫ് മഫ്ലറിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് ചോദിക്കുന്നത് എന്തൊക്കെ ഓപ്ഷൻ, റെസ്ട്രിക്ഷൻ ഓഫ് എക്സോസ്റ്റ് ഗ്യാസ്, വേവ് ക്യാൻസലേഷൻ, ഫ്രീ ഫ്ലോ ഓഫ് എക്സോസ്റ്റ് ഗ്യാസ്, റെഡ്യൂസ്ഡ് നോയ്സ്. ഞാൻ പറഞ്ഞായിരുന്നു ഇതെല്ലാറ്റിലും നോയ്സ് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് ഏതിലാണെങ്കിലും നോയ്സ് റെഡ്യൂസ് ചെയ്യും.
അതുപോലെ വേവ് ക്യാൻസലേഷൻ, അതായത് എക്സോസ്റ്റ് ഗ്യാസസ് വരുമ്പം അതിനൊരു സ്മൂത്തായിട്ട് എക്സോസ്റ്റ് ഗ്യാസസിനെ പാസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്, സ്മൂത്തായിട്ട്, അതായത് ഇപ്പം വേവി ഫോം ആണെങ്കിൽ വേവ് മാറ്റി ഒരു സ്മൂത്താക്കി മാറ്റുന്നത് റെസൊണൻസ് ടൈപ്പ് മഫ്ലറാണ്. അതുപോലെ ഫ്രീ ഫ്ലോ ഓഫ് എക്സോസ്റ്റ് ഗ്യാസസ്, ഫ്രീ ഫ്ലോ ഓഫ് എക്സോസ്റ്റ് ഗ്യാസ് നടക്കുന്ന എവിടെയാണ്? ഞാൻ പറഞ്ഞു എക്സോസ്റ്റ് ഗ്യാസിന് ഫ്ലോക്ക് ഒരു ബ്ലോക്കും ക്രിയേറ്റ് ചെയ്യാത്ത എവിടെയാണ്? ഇലക്ട്രോണിക് ടൈപ്പ് മഫ്ലറിലാണ്. ഇനി വേറൊരു കാര്യം കൂടെ, ഇലക്ട്രോണിക് ടൈപ്പ് മഫ്ലർ ആകുമ്പോൾ ഞാൻ പറഞ്ഞു ഫ്രീ ഫ്ലോ ആണ്, അവിടെ റെസ്ട്രിക്ഷൻ ഒന്നും ഉണ്ടാവില്ല. ബാക്കി എല്ലാ ടൈപ്പ് മഫ്ലറിലും എക്സോസ്റ്റ് ഗ്യാസിന് റെസ്ട്രിക്ഷൻ ഫീൽ ചെയ്യും. സോ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന മഫ്ലർ ഏതാണ്? ബാഫിൾ ടൈപ്പ് മഫ്ലറാണ് പറഞ്ഞിരിക്കുന്നത്. സോ അതിൻ്റെ മെയിൻ ഡ്രോബാക്ക് എല്ലാ മഫ്ലറിനെ പോലെ, അതായത് ഇലക്ട്രോണിക്സ് മഫ്ലർ ഒഴികെ ബാക്കി എല്ലാ മഫ്ലറിൻ്റെയും മെയിനായിട്ടുള്ള ഡിസഡ്വാൻറ്റേജ് ഇതാണ്, ആ പാസ് ചെയ്യുന്ന എക്സോസ്റ്റ് ഗ്യാസസിൻ്റെ പാത്തിന് അത് റെസ്ട്രിക്ഷൻ കോസ് ചെയ്യും. ആ ഒരു സ്മൂത്ത് ഫ്ലോ അലോ ചെയ്യില്ല, അവിടെ റെസ്ട്രിക്ഷൻ കോസ് ചെയ്യും. സോ ആൻസർ ഈസ് എ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് പാർട്ട് ഈസ് കണക്റ്റഡ് ടു എൻജിൻ എക്സോസ്റ്റ് വയ എൻ എക്സോസ്റ്റ് പൈപ്പ് ടു റെഡ്യൂസ് ദ നോയിസ്? സിമ്പിൾ അല്ലേ? അതായത് നമ്മളൊരു പാർട്ട് എൻജിൻ എക്സോസ്റ്റിലേക്ക് കണക്ട് ചെയ്യും. ഏത് വഴി? എക്സോസ്റ്റ് പൈപ്പ് വഴി, അതായത് ടെയിൽ പൈപ്പ് വഴി എൻജിൻ എക്സോസ്റ്റിലേക്ക് കണക്ട് ചെയ്യുന്ന ഡിവൈസ് ഏതാണ്? അതിൻ്റെ ഫംഗ്ഷൻ എന്താ? നോയ്സ് റെഡ്യൂസ് ചെയ്യാം. ഏതായിരിക്കും? സൈലൻസർ ആയിരിക്കും. കാരണം സൈലൻസർ മഫ്ലറാണ് നമ്മളെ സൗണ്ട് റെഡ്യൂസ് ചെയ്യുന്നത്. സോ ആൻസർ എന്താണ്? എ. ഓപ്ഷൻ എ ആണ് ആൻസർ. ഫൈൻ. സോ ഇത്രയാണ് നമ്മളെ ഈ ഒരു സീരീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. സോ നമ്മളിപ്പം ഇൻടേക്ക് ആൻഡ് എക്സോസ്റ്റ് മാനിഫോൾഡിൻ്റെ ഏകദേശം കുറേ ഒരു 80ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ 2 വീഡിയോസായിൽ 80ഓളം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്കൊരു പുതിയ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാം. പുതിയൊരു ടെസ്റ്റ് ടോപ്പിക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.